പ്രിയപ്പെട്ടവരെ, ടീ ടോക്ക് വിത്ത് MCA എന്ന ഫേസ്ബുക്ക് ലൈവ് പ്രോഗ്രാമിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പറയുകയാണ്. ഗൾഫ് മേഖലയുമായി ബന്ധപ്പെട്ട പ്രത്യേകിച്ച് തൊഴിൽ, വിദ്യാഭ്യാസം, ആരോഗ്യം ഉൾപ്പെടെയുള്ള വിവിധ മേഖലകളെക്കുറിച്ചാണ് ഏറ്റവും വിദഗ്ധരായിട്ടുള്ള ആളുകൾ ഇത്തരം പ്രോഗ്രാമുകളിൽ സംവദിക്കുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ താല്പര്യമെടുക്കുന്നതും ഒരുപക്ഷെ ഗൾഫിൻ്റെ ഇപ്പം മാറിയ ഒരു സാഹചര്യത്തിൽ ഗൾഫിൻ്റെ തൊഴിൽ വിപണിയും അതോടൊപ്പം തന്നെ ഉപരിപഠന സാധ്യതകളും ഇത് രണ്ടും ഉൾച്ചേർത്തുകൊണ്ടാണ് ഇന്നത്തെ സബ്ജക്റ്റ് നിർണ്ണയിച്ചിരിക്കുന്നത്. മാറി വരുന്ന ഈ തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾ, അതോടൊപ്പം തന്നെ ഉപരിപഠന സാധ്യതകൾ എന്തൊക്കെ, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ ഇരുന്നു കൊണ്ട് തന്നെ. അപ്പോൾ അത്തരം കാര്യങ്ങളെക്കുറിച്ച് നമ്മോട് സംവദിക്കാൻ ഏറ്റവും വിദഗ്ധനായിട്ടുള്ള, പ്രായോഗികമായിട്ടുള്ള അനുഭവ പരിജ്ഞാനമുള്ള, വൈജ്ഞാനിക രംഗത്ത് വളരെയേറെ മുന്നോട്ട് പോയിരിക്കുന്ന ഒരു വലിയ വ്യക്തിയെ കൂടിയാണ് നമുക്ക് ഇന്ന് ലഭിച്ചിരിക്കുന്നത്. പ്രൊഫസർ ഡോക്ടർ പോൾസൺ മാത്യു ചുങ്കപ്പുര. അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്നത് ഈ ഉപരിപഠന രംഗത്ത് ഏറ്റവും ശ്രദ്ധ പതിപ്പിച്ചിരിക്കുന്ന, ആ രംഗത്ത് ഏറ്റവും മികച്ച ഒരു സ്ഥാപനത്തിൻ്റെ മേൽനോട്ടം വഹിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തി കൂടിയാണ്. പ്രസിഡൻ്റാണ്, CEO, ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ്. ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് ഏറ്റവും മികച്ച ഒട്ടേറെ കോഴ്സുകൾക്കാണ് ഉപരിപഠനത്തിന് ഈ പ്രവാസ ലോകത്ത് തന്നെ വഴികാട്ടിയായിട്ട് മാറുന്നത്. അപ്പോൾ പോൾസൺ മാത്യു ചുങ്കപ്പുര നമ്മുടെ കൂടെയുണ്ട്. നേരിട്ട് തന്നെ നമുക്ക് ചോദിക്കാൻ കാര്യങ്ങളൊക്കെ. പോൾസൺ സർ, നമസ്കാരം. നമസ്കാരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളൊക്കെയും കാത്തിരിക്കുന്നതും അന്വേഷിക്കുന്നതും നമുക്ക് ഈ ഉപരിപഠന സാധ്യതകൾ, അതോടൊപ്പം തന്നെ തൊഴിൽ വിപണി, ഇത് രണ്ടും കൂടി സമന്വയിപ്പിച്ചുകൊണ്ട് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ എത്ര കണ്ട് പ്രസക്തിയുണ്ട്, എങ്ങനെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന ഒരു ചോദ്യം തന്നെയാണ് എനിക്ക് തോന്നുന്നു പ്രേക്ഷകരുടെ ഉള്ളിൽ ഏറ്റവും സജീവമായി നിൽക്കുന്നത്. വളരെ ശരിയാണ്. ഇന്നത്തെ ലോകത്തിൽ ഈ COVID-19 പാൻഡമിക് തുടങ്ങിയ ശേഷം ലോകത്തെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം തൊഴിലില്ലായ്മയാണ്. ധാരാളം വിദ്യാഭ്യാസമുള്ളവരും ഓഫീസ് വിദ്യരായിട്ടുള്ളവരും അല്ലാത്തവരും ഇന്ന് തൊഴിൽ മേഖലയിൽ ഒരുപാട് അനിശ്ചിതത്വം അനുഭവിക്കുന്ന ഒരു സമയമാണ്. വിദ്യാഭ്യാസം ആണ് അതിന് ഒരു നല്ല വിദ്യാഭ്യാസം. പ്രത്യേകിച്ച് ഞാൻ പറയുമ്പോൾ ഒരു ഹയർ എഡ്യൂക്കേഷൻ, എസ്പെഷ്യലി ഒരു അമേരിക്കൻ ഓർ യൂറോപ്യൻ ബേസ്ഡ് ഹൈലി റെക്കഗ്നൈസ്ഡ് റെപ്യൂട്ടഡ് ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് നമ്മളൊരു മാസ്റ്റേഴ്സ് ഡിഗ്രിയോ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിയോ സക്സസ്ഫുള്ളായിട്ട് പഠിച്ച് പാസ്സാകണമെങ്കിൽ നമുക്ക് എല്ലാ വിധത്തിലുള്ള സ്കിൽസും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പം ഞങ്ങൾ പഠിപ്പിക്കുന്ന മഡോണ യൂണിവേഴ്സിറ്റി എന്ന് പറയുന്ന ഒരു അമേരിക്കയിലെ ടോപ്പ് യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലേഴ്സ് ആൻഡ് മാസ്റ്റേഴ്സ് ഡിഗ്രി, BS ഓണേഴ്സ് ആൻഡ് MBA ഡിഗ്രി കഴിഞ്ഞ 18 വർഷമായിട്ട് ചെയ്യുന്നുണ്ട്. ആ ഡിഗ്രി പഠിക്കുന്ന പിള്ളേർക്ക് 100% തൊഴിൽ ലഭിക്കുന്നുണ്ട്. ലോക്കൽ മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും, അതായത് ലോക്കലായിട്ടുള്ള റെപ്യൂട്ടഡ് ഇൻഡസ്ട്രീസിലും മൾട്ടിനാഷണൽ കമ്പനികളിലും അവർക്ക് ജോലി കിട്ടുന്നുണ്ട്. അവർ ശരിക്കും പ്രായോഗികമായിട്ട് റിയൽ ലൈഫ് എക്സാമ്പിൾസ്, അതായത് ഇൻഡസ്ട്രി ബേസ്ഡ് കേസ് സ്റ്റഡീസ്, അവരെ നമ്മളിപ്പം ഒരു കമ്പനിയെപ്പറ്റി പഠിപ്പിക്കുകയാണെങ്കിൽ ആ കമ്പനിയിൽ പിള്ളേർ വിസിറ്റ് ചെയ്ത് അവിടുത്തെ ടോപ്പ് മാനേജ്മെൻറ്റും ഒഫീഷ്യൽസുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവിടുത്തെ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് ഗ്രഹിച്ച് റിയൽ എക്സ്പീരിയൻസ് അവർ ഗെയിൻ ചെയ്യുന്നതുകൊണ്ട് അവർക്ക് എംപ്ലോയ്മെൻറ്റ് മാർക്കറ്റിൽ വളരെയധികം സക്സസ്ഫുള്ളായിട്ട് ജോലി ചെയ്യാൻ സാധിക്കുന്നുണ്ട്. വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ ഏറ്റവും അധികം പുരോഗതി പ്രാപിച്ചിട്ടുള്ള യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക, ജപ്പാൻ, ജർമ്മനി, ഈ രാജ്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിന് വളരെയധികം പ്രാധാന്യം അവിടുത്തെ ഗവൺമെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്, എസ്പെഷ്യലി ഹയർ എഡ്യൂക്കേഷന്. കാരണം ഇന്ന് ലോകത്തിൽ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക ഭദ്രത തന്നെ അവിടുത്തെ വിദ്യാസമ്പന്നരായ ആൾക്കാരിലാണ്. ഇപ്പം തന്നെ നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ്റാണ് ഉള്ളത്. അമേരിക്കയിലും ഡെമോക്രാറ്റിക് സിസ്റ്റം ഓഫ് ഗവൺമെൻറ് ഉള്ളത്. അമേരിക്കയിൽ ഓൾമോസ്റ്റ് 99% ലിറ്ററസി ഉണ്ട്. തന്നെയല്ല, മോസ്റ്റ് ഓഫ് ദി ആൾക്കാർക്കും ഹയർ എഡ്യൂക്കേഷൻ ഉണ്ട്. അവരുടെ ആ വിദ്യാസമ്പന്നത കൊണ്ട് തന്നെ അവിടുത്തെ ഡെമോക്രാറ്റിക് പ്രോസസ്സ് നമ്മളെക്കാൾ വളരെ ട്രാൻസ്പെറൻ്റ് ആണ്. അവിടെ പ്രസിഡൻ്റായിരുന്ന ഡൊണാൾഡ് ട്രംപിൻ്റെ പോളിസികൾ അവർക്ക് ഇഷ്ടപ്പെടാൻ വന്നപ്പോൾ അവർ 2ാം പ്രാവശ്യം മത്സരിച്ചപ്പോൾ അങ്ങനെ വിജയിച്ചില്ല. അതേസമയം വിദ്യാഭ്യാസം കുറവുള്ള രാജ്യങ്ങളിൽ ഈവൻ മനുഷ്യർക്ക് പ്രയോജനപ്രദമായ ഒന്നും ചെയ്തില്ലെങ്കിൽ പോലും ഒരു തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മനുഷ്യർ അത് മനസ്സിലാക്കാൻ സാധിക്കാതെ വരുന്നു. അപ്പോൾ ഒരു ഡെമോക്രാറ്റിക് പ്രോസസ്സ് ശരിക്കും വർക്ക് ചെയ്യണമെങ്കിൽ പോലും ശരിക്കും വെൽ എഡ്യൂക്കേറ്റഡ് ആൾക്കാർ വേണം. അത്
പിന്നെ ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം നേരത്തെയൊക്കെ തങ്ങൾക്ക് ഇപ്പം ഗൾഫിലുള്ള വലിയൊരു വിഭാഗത്തിന് ആ ഉദ്ദേശിച്ച രീതിയിൽ വിദ്യാഭ്യാസം ലഭിച്ചിരുന്നില്ല, അല്ലെങ്കിൽ ഉപരിപഠനം കിട്ടിയിരുന്നില്ല. പക്ഷെ അവരിപ്പോൾ തിരിച്ചറിയുന്ന ഒരു വസ്തുത ഉണ്ട്, തങ്ങളുടെ മക്കൾക്ക് ഇനി ഗതി പിടിക്കണമെങ്കിൽ പണ്ടത്തെ മാതിരിയല്ല, ഈ പിന്നെ ഭൂമിക മാറിയിരിക്കുന്നു. പിന്നെ ഏറ്റവും വൈദഗ്ധ്യം ഉള്ളവർക്ക് മാത്രമായിട്ട് പ്രധാനപ്പെട്ട ജോലികളൊക്കെയും മാറിക്കൊണ്ടിരിക്കുന്നത്. കാരണം നാട്ടിലുമായി സംവരണം മറ്റോ ഒന്നല്ല, ആളുകളുടെ ക്വാളിറ്റി തന്നെയാണ്. അപ്പോൾ ഇത്തരം ആളുകൾ അല്ലെങ്കിൽ ആ മക്കളെ ആ അർത്ഥത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നുള്ള ഒരു ചോദ്യം അവരുടെ മുമ്പിലുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കാവുന്ന ഒരു നിർദ്ദേശം എന്തായിരിക്കും? തീർച്ചയായിട്ടും നല്ല വിദ്യാഭ്യാസം പിള്ളേർക്ക് കിട്ടുകയാണെങ്കിൽ അതുകൊണ്ട് ധാരാളം ബെനിഫിറ്റ്സ് ആ വിദ്യാസമ്പന്നരായ കുട്ടികൾക്കും അവരുടെ ഫാമിലിക്കും പേരൻസിനും സമൂഹത്തിനും കിട്ടും. കാരണം വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് നല്ല ശമ്പളമുള്ള ജോലി കിട്ടുന്നതാണ് ഒരു കാര്യം. രണ്ടാമത് നല്ല വിദ്യാഭ്യാസമുള്ള ഹയർ എഡ്യൂക്കേഷൻ, നല്ല യൂണിവേഴ്സിറ്റി പഠിച്ച് നല്ല അറിവോടെ പാസ്സാകുന്ന ഒരു കുട്ടിക്ക് നല്ല ഒരു എൻജോയബിൾ അറ്റ്മോസ്ഫിയറിൽ ഒരു ബെറ്റർ ലൊക്കേഷനിൽ വർക്ക് ചെയ്യാൻ സാധിക്കും. മൈഗ്രേഷൻ എളുപ്പത്തിൽ സാധിക്കും. നമ്മുടെ ടോപ്പ് അമേരിക്കൻ ഡിഗ്രിയൊക്കെ പഠിച്ച് പാസ്സാകുന്ന പിള്ളേർക്ക് വേൾഡ് എഡ്യൂക്കേഷൻ സർവീസിൻ്റെ അപ്രൂവൽ ഉള്ളതുകൊണ്ട് കാനഡയ്ക്കോ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിലേക്കോ യൂറോപ്പിലെ ഏത് രാജ്യങ്ങളിലേക്കും മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ധാരാളം പിള്ളേർ മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നുണ്ട്. നമ്മുടെ ഒരു സ്റ്റുഡൻറ്റ് $25,000 വാൾമാർട്ട് സ്റ്റോറിലെ ടൊറൻറ്റോയിലുള്ള വാൾമാർട്ട് സ്റ്റോറിലെ HR മാനേജറായിട്ട് മാലാബാട്ടി ഒരു കുട്ടി വർക്ക് ചെയ്യുന്നു. $25,000 ആ കുട്ടിയുടെ മന്ത്ലി സാലറി. അവർ ഞങ്ങളുടെ മഡോണ യൂണിവേഴ്സിറ്റി, അമേരിക്കൻ യൂണിവേഴ്സിറ്റിയുടെ BS ഓണേഴ്സും MBA ഡിസ്റ്റിങ്ഷനിൽ പാസ്സായപ്പോൾ കുട്ടിയുടെ ആ കുട്ടി പറഞ്ഞു, ഈ അമേരിക്കൻ ഹയർ ലേണിംഗ് കമ്മീഷൻ അക്രഡിറ്റ് ചെയ്ത മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളതുകൊണ്ടാണ് സാർ എനിക്ക് ഇത്രയും കിട്ടുന്നത്. അതേസമയം ലെസ് ഡെവലപ്ഡ് കൺട്രീസ്, ഏഷ്യയിൽ നിന്ന് പഠിച്ച് വന്ന പലർക്കും $3,000-4,000 മാസം കിട്ടുമ്പം പുള്ളിക്ക് $25,000 കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം നല്ല വിദ്യാഭ്യാസമുള്ള നല്ല യൂണിവേഴ്സിറ്റികളിൽ നിന്ന് പഠിച്ച് പാസ്സാകുന്ന കുട്ടികൾക്ക് ഇന്നും ധാരാളം ഭാവിയുണ്ട്. നമ്മുടെ മലയാളികൾ വളരെ പ്രഗത്ഭരായ പിള്ളേരാണ്, അവർക്ക് വളരെ ബുദ്ധിയും ശക്തിയുള്ളവരാണ്, ഡിറ്റർമിനേഷൻ ഉള്ളവരാണ്. പഠിക്കുന്ന പിള്ളേർക്കെല്ലാം നല്ലൊരു ഭാവിയുണ്ട്. അതുകൊണ്ട് നല്ല വിദ്യാഭ്യാസം അവർക്ക് കൊടുക്കുക. നല്ല വിദ്യാഭ്യാസം കൊടുത്തു കഴിഞ്ഞാൽ അവർക്കൊരു ബെറ്റർ സ്റ്റേറ്റസ് സമൂഹത്തിൽ തന്നെ ഉണ്ടാവും. അതുപോലെ തന്നെ അവർക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവും. അവരുടെ ഫാമിലിക്കും ഒരു ക്രെഡിബിലിറ്റി ഉണ്ടാവും. തന്നെയല്ല അവർക്ക് ബെറ്റർ മാരേജ് പാർട്ട്നേഴ്സിനെ, എഡ്യൂക്കേറ്റഡ് മാരേജ് പാർട്ട്നേഴ്സിനെ കിട്ടും. അതുപോലെ തന്നെ അവർക്ക് ഒരു ഡിസൈറബിൾ ലൊക്കേഷനിൽ നല്ല ശമ്പളത്തോടെ വർക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ ഇതൊക്കെ നമ്മൾ പറയുമ്പോൾ സാർ അധികവും നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഇപ്പം വെസ്റ്റേൺ, ഇപ്പം അമേരിക്ക അല്ലെങ്കിൽ ബ്രിട്ടൻ, കാനഡ ഉൾപ്പെടെയുള്ള നമുക്ക് ഈ ഭൂമികയിൽ ഇപ്പോൾ ഗൾഫിൽ തന്നെ ഇപ്പം വൻകിട കമ്പനികൾ ഒട്ടേറെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരുടെയും പ്രിഫറൻസിൽ ഈ ബ്രിട്ടൻ അല്ലെങ്കിൽ അമേരിക്കൻ ഡിഗ്രിക്ക് പ്രാധാന്യം ഇപ്പോഴും ഉണ്ടോ? അതെ, അമേരിക്കൻ ഡിഗ്രിക്ക് പ്രത്യേകിച്ച് ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഹോൾഡറായിട്ടും ഗോൾഡ് മെഡലിസ്റ്റായിട്ട് പാസ്സായ ആളാണ്. അവിടെ നിന്ന് PhD എടുത്തിട്ട് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മോണിറ്ററി പോളിസി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരുന്നു എൻ്റെ തീസിസ്. എന്നിട്ട് സെൻറ്റ് സേവിയേഴ്സ് കോളേജ് ഇന്ത്യയിലെ ഒരു പഴയ ഒരു കോളേജിൽ 1869 എസ്റ്റാബ്ലിഷ് ചെയ്ത വൺ ഓഫ് ദി ബെസ്റ്റ് കോളേജുകളിൽ പഠിപ്പിച്ചിട്ട് നമ്മൾ വിദേശ രാജ്യങ്ങളിൽ പോയപ്പോൾ ഒരു ഡോക്ടറേറ്റ് ഡിഗ്രി ഉണ്ടായിട്ട് പോലും അവരത്രയും വാല്യൂ ഒന്നും കൊടുത്തതായിട്ട് കണ്ടില്ല. അപ്പം ആ കാലഘട്ടത്തിൽ തന്നെ ഞാനൊരു അമേരിക്കൻ മാസ്റ്റേഴ്സ് ഡിഗ്രി, ഒരു MBA ഡിഗ്രി എടുത്തു കഴിഞ്ഞപ്പോൾ ശമ്പളം ഒരു 4 ഇരട്ടിയായിട്ട് വർദ്ധിച്ചതായിട്ട് കണ്ടു. അതുകൊണ്ടാണ് ഞങ്ങളിപ്പോൾ ഈ UAE കഴിഞ്ഞ 18 വർഷമായിട്ട് അമേരിക്കയിലെ ഒരു ടോപ്പ് യൂണിവേഴ്സിറ്റി, മഡോണ യൂണിവേഴ്സിറ്റിയുടെ BS ഓണേഴ്സും MBA ഡിഗ്രിയും ഓഫർ ചെയ്യുന്നത്. കാരണം അതിൻ്റെ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യയിലുള്ള സിലബസ് മോശമാണെന്ന് ഞാൻ പറയാമല്ലോ ഒരിക്കലും. പക്ഷേ നമ്മൾ ഇത്തിരി തിയറിയാണ് പഠിക്കുന്നത്. അതായത് പ്രാക്ടിക്കലായിട്ടുള്ള അറിവ് നമുക്ക് വളരെ കുറച്ചേ കിട്ടുന്നുള്ളൂ. വിപണിയിലെ ഏറ്റവും പ്രധാനം ഈ പ്രാക്ടിക്കൽ പ്രായോഗികമായിട്ടുള്ള ഇത് പഠിക്കാനാണ് വേണ്ടത്. അത് വളരെയധികം ഈ എസ്പെഷ്യലി അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ, നല്ല അക്രഡിറ്റഡ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികൾ പ്രയോറിറ്റി കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് അത് പാസ്സായി ഞങ്ങളുടെ അടുത്ത് അമേരിക്കൻ മാസ്റ്റേഴ്സ് ആൻഡ് ബാച്ചിലേഴ്സ് ഡിഗ്രി ഡിസ്റ്റിങ്ഷനിൽ പാസ്സായ പിള്ളേർ 100% തൊഴിൽ ലോക്കൽ മാർക്കറ്റിലും ഇൻ്റർനാഷണൽ മാർക്കറ്റിലും മൾട്ടിനാഷണൽ കമ്പനികളിലും കിട്ടുന്നുണ്ട്. അതിന് കാരണമുണ്ട്. നമ്മളിത് മനസ്സിലാക്കുന്നത് സാമ്പത്തികമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇന്ത്യയുടെ 8 ഇരട്ടി വലിയ സാമ്പത്തിക ശക്തിയാണ് അമേരിക്ക. ഇന്നും നമ്മളൊരു ഒരു ഡെവലപ്പിംഗ് കൺട്രി മാത്രമാണ്. അമേരിക്കയുടെ ടോട്ടൽ വരുമാനം $22 ട്രില്യൺ, 22 ലക്ഷം കോടി ഡോളറാണ് അവരുടെ വരുമാനം. നമ്മുടെ ഒരു 2.8 ലക്ഷം കോടി ഡോളറേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഏകദേശം 8 ഇരട്ടി വരുമാനമുണ്ട്. ലോകത്തിലുള്ള 2000 വലിയ വൻകിട കമ്പനികളിൽ, മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളിൽ ഏകദേശം 20% കമ്പനികളും അമേരിക്കൻ ബേസ്ഡാണ്. നമ്മുടെ രാജ്യത്ത് 8 കമ്പനികളേ ഉള്ളൂ. അതും
പറഞ്ഞ ഈ അംബാനിയുടെ കമ്പനിയും റിലയൻസും അതുപോലെ തന്നെ പിന്നെ അതുകൂട്ട് ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഇങ്ങനെയുള്ള കുറേ ഗവൺമെന്റ് ഓൺഡ് കമ്പനികളാണ് വരുന്നത്. അതേസമയം അമേരിക്കയിൽ ഈ 2000 കമ്പനികൾ 500 400 കമ്പനികൾ അവർ പ്രിഫർ ചെയ്യുന്നത് അമേരിക്കൻ ആൾക്കാർക്ക് കൊടുക്കാനാണ് ഒരു കാര്യം. പിന്നെ നമ്മൾ ലോകത്തിലെ $360 ട്രില്യൺ ലോകത്തിലെ വെൽത്ത്, അത് $105 ട്രില്യൺ വെൽത്ത് അമേരിക്കയിലാണ്. ഓക്കെ, നമ്മുടെ 25-30 ട്രില്യൺ വെൽത്ത് വരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ ഇങ്ങനെയുള്ള ലോകത്തിലെ മില്യണേഴ്സ് 40% മില്യണേഴ്സ്, 48 മില്യൺ മില്യണേഴ്സ്, 4 കോടി മില്യണേഴ്സ്, ഏകദേശം 40% മില്യണേഴ്സ് അമേരിക്കയിലാണ്. ബില്യണേഴ്സ് ഒരു 2500-3000 ബില്യണേഴ്സ് ഉള്ളത്, അതിൽ ഒരു 30% പല രാജ്യങ്ങളിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഒക്കെ എല്ലാവരും കയ്യിൽ വെക്കുന്ന കറൻസി എന്നുള്ള നിലക്ക് ഡോളറായിട്ട് മാറും. അതെ, ഡോളറാണ് ഇന്റർനാഷണൽ കറൻസി. നമ്മളിപ്പോൾ ഹജ്ജിന് പോകണമെങ്കിലും സൗദി പോകുമ്പോഴാണെങ്കിലും ഡോളർ നമുക്ക് പറ്റും. ഇന്ത്യയിൽ പോയാലും ഡോളർ ഉണ്ടെങ്കിൽ എവിടെയും പോകാം. ഏത് രാജ്യത്ത് പോയാലും, ഇപ്പോൾ യൂറോപ്പിൽ പോയാലും, നമ്മൾ ഓസ്ട്രേലിയയിൽ പോയാലും അമേരിക്കൻ ഡോളർ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈ സാമ്പത്തികമായിട്ട് അവരത് വിജയിക്കാൻ കാരണം അമേരിക്ക 25% GDP ഹെൽത്ത് കെയറിനും എഡ്യൂക്കേഷനും റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ആൻഡ് ട്രെയിനിങ്ങിന് വേണ്ടി മുടക്കുന്നു. 17% ഹെൽത്ത് കെയറിന് മാത്രമേ, 8% എഡ്യൂക്കേഷണൽ അറ്റൈൻമെൻറ്റിനും ട്രെയിനിങ്ങിനും റിസർച്ചിനുമായിട്ട് മുടക്കുന്നു. അതുകൊണ്ട് ലോകത്തിൽ ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ ഇൻ്റലക്ച്വൽ അവാർഡ് നോബൽ പ്രൈസാണ്. ആ നോബൽ പ്രൈസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മെഡിസിനിലുള്ള 50% നോബൽ പ്രൈസും അമേരിക്കൻ എഡ്യൂക്കേറ്റഡ് പ്രൊഫസേഴ്സാണ് കിട്ടിയിരിക്കുന്നത്. ഫിസിക്സിലും കെമിസ്ട്രിയിലും 50% നോബൽ പ്രൈസ് അമേരിക്കൻ എഡ്യൂക്കേറ്റഡ് പ്രൊഫസർ കിട്ടിയിരിക്കുന്നത്. ഇക്കണോമിക്സിൽ 70% നോബൽ പ്രൈസും കിട്ടിയിരിക്കുന്നത് അമേരിക്കൻ പ്രൊഫസേഴ്സാണ്. അമേരിക്കൻ പ്രൊഫസർ. കാരണം എന്ന് വെച്ചാൽ അവർക്ക് അതിനുള്ള റിസർച്ചിനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഗവൺമെൻറ് ഈസ് സ്പെൻഡിങ് ബില്യൺസ് ഓഫ് ഡോളേഴ്സ്, ഓക്കെ, ഓൾമോസ്റ്റ് $5 ട്രില്യൺ മുടക്കുന്നുണ്ട്. പോൾസൺ സാർ പറഞ്ഞതുപോലെ ഇതൊക്കെ അമേരിക്കൻ സിറ്റി കോളേജിന്റെ പ്രസിഡന്റും CEO എന്ന നിലയ്ക്ക് ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട് ഉപരിപഠനത്തിന്. മധ്യ സമൂഹത്തോടും കരുതുന്ന മധ്യവർഗത്തിൽപ്പെട്ട ഇടത്തരക്കാരായ ആളുകൾ ഇത് നമുക്കൊക്കെ അപ്രാപ്യമാണ്, അല്ലെങ്കിൽ ഇത്തരം പിന്നെ പഠന രീതികൾ വലിയ സാമ്പത്തിക ചെലവുള്ളതാണെന്നുള്ളൊരു മുൻവിധിയുണ്ട്. അത് ശരിയാണോ അതോ? കാരണം അതാണ് ഇപ്പം അമേരിക്കയിൽ നമ്മൾ പോയി മഡോണ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ ലിവോണിയ സിറ്റിയിലുള്ള മിഷിഗൻ സ്റ്റേറ്റിലുള്ള അവരുടെ BS ഓണേഴ്സ് 4 year ഡിഗ്രീസാണ്. ലോങ്ങർ ദ പീരീഡ് ഓഫ് സ്റ്റഡി, ഹയർ ദ വാല്യൂ. ഓക്കെ, അത് അക്രഡിറ്റഡ് ബൈ അമേരിക്കൻ ഹയർ ലേണിംഗ് കമ്മീഷൻ ആൻഡ് അപ്രൂവ്ഡ് ബൈ ചിയ, കൗൺസിൽ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. അതുകൊണ്ട് ആ ഡിഗ്രി പാസ്സായ അത് 4 years ഡിഗ്രിക്ക് അമേരിക്കയിൽ നമ്മൾ പഠിക്കുകയാണെങ്കിൽ ഓൺ ക്യാമ്പസിൽ 1 വർഷത്തെ ചിലവെന്ന് പറഞ്ഞാൽ നമുക്ക് ചെക്ക് ചെയ്യാം. www.madonna.edu ചെക്ക് ചെയ്താൽ $25,000 അമേരിക്കൻ ഡോളറാണ് ഒരു വർഷത്തെ ട്യൂഷൻ ഫീ. 4 വർഷമാകുമ്പോൾ $1 ലക്ഷം. ബോർഡ് ആൻഡ് ലോഡ്ജിങ് ഇവിടെ നമ്മൾ ട്രാവൽ ചെയ്ത് പോവുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു $20,000 ഒരു വർഷം വരും. ഇപ്പോൾ 4 വർഷം 80,000. $1,80,000 കൊടുത്ത് അമേരിക്കയിൽ പോയി പഠിക്കേണ്ട ഒറിജിനൽ ഡിഗ്രി നമ്മുടെ ലണ്ടൻ യൂണിവേഴ്സിറ്റി കോളേജിൽ പഠിച്ചാൽ $18,000 താഴെ ഡോളറിന് 10% താഴെ കോസ്റ്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. അതെങ്ങനെയാണ് സാധിക്കുന്നത് ഒരു പക്ഷേ എന്നെ ചോദിക്കുക. അതിന് കാരണം വെച്ചാൽ നമ്മുടെ കോളേജിന് 2 ടോപ്പ് യൂറോപ്യൻ അക്രഡിറ്റേഷൻ ഉണ്ട്. ഒന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് ASIC, അക്രഡിറ്റഡ് സർവീസ് ഫോർ ഇന്റർനാഷണൽ സ്കൂൾസ് ആൻഡ് കോളേജസ് വിത്ത് ദ ഡിസ്റ്റിങ്ക്റ്റീവ് സ്റ്റേറ്റസ് ഓഫ് എ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെ പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റേറ്റസ് ഉള്ളതുകൊണ്ട് നമ്മുടെ കോളേജിൻ്റെ ക്രെഡിറ്റ് നമ്മളിപ്പം ഒരു 45 സബ്ജക്റ്റ് പഠിച്ചാൽ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി കിട്ടുള്ളൂ അമേരിക്കയിൽ നിന്നോ യൂറോപ്പിൽ നിന്നൊക്കെ. അതിൽ 30 സബ്ജക്റ്റ് നമ്മൾ പഠിപ്പിക്കുന്ന സബ്ജക്ട്സ് തന്നെ മറ്റ് പല യൂണിവേഴ്സിറ്റികളും സർവകലാശാലകളും അംഗീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ പിള്ളേർക്ക് വെറും ശരിക്കും പറഞ്ഞാൽ 25% കോഴ്സിൻ്റെ പൈസ മാത്രമേ അവർ കൊടുക്കേണ്ടി വരുന്നുള്ളൂ അമേരിക്കയിൽ ഡിഗ്രി എടുക്കുന്നത്. അപ്പം തന്നെയല്ല, നമ്മൾ ലാർജ് നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ പ്രൊവൈഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അതോറിറ്റീസ് പറഞ്ഞു നമ്മുടെ പിള്ളേർ അക്കാഡമിക്കലി ബ്രില്യൻ്റ് ആണ്, പക്ഷേ ഫൈനാൻഷ്യലി വെൽ ഓഫ് അല്ല. ഒരു ഇന്ത്യക്കാരും പാകിസ്ഥാനും ബംഗ്ലാദേശിലും ശ്രീലങ്കൻസും ഒക്കെയാണ് എന്ന് പറയുമ്പോൾ അവർ നമുക്ക് നല്ല പാക്കേജ് തന്നിട്ടുണ്ട്. ആ പാക്കേജ് നമ്മൾ പിള്ളേർക്ക് പാസ് ഓൺ ചെയ്യാണ്. അപ്പോൾ ഓരോ മാസം ഒരു 1,350 36 മാസം ഒരു 64,000 ദിനം തന്നു കഴിഞ്ഞാൽ എക്സാമിനേഷൻ ഫീസ് അബ്സല്യൂട്ട്ലി ഫ്രീ ആണ്. 1 ടൈം രജിസ്ട്രേഷനേ ഉള്ളൂ. എല്ലാം ഫ്രീ ആണ്. ലൈബ്രറി എല്ലാം ഫ്രീ ആണ്. നമ്മൾ പിള്ളേരെ പഠിപ്പിക്കുന്ന പ്രൊഫസേഴ്സ് വളരെ കമ്മിറ്റഡ് ആണ്. നല്ല നോട്ട്സൊക്കെ കൊടുക്കും. അവർക്ക് നല്ല അറിവ് കിട്ടുന്നു. അവരെ നമ്മൾ ഇൻഡസ്ട്രി വിസിറ്റിന് കൊണ്ടുവന്നു. എല്ലാ വിധത്തിലുള്ള എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇൻഡോർ സ്പോർട്സ് ഫെസിലിറ്റീസ്, സ്പോർട്സ് ഗെയിംസ് ഒക്കെ ഫ്രീ, വൈഫൈ എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് പിള്ളേർക്ക് വെറും $18,000 ഒരു ഡിഗ്രി പാസ്സാകാൻ സാധിക്കും. അതായത് ഒരു
സാധാരണ ഇന്ത്യൻ ഡിഗ്രി ഇവിടെ ഈ UAE പഠിക്കുകയാണെങ്കിൽ മണിപ്പാൽ അക്കാഡമി ഹയർ എഡ്യൂക്കേഷനിൽ അവർ ചാർജ് ചെയ്യുന്ന ഓൾമോസ്റ്റ് 1.25 ലക്ഷം ദിർഹമാണ് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രിക്ക്. നമ്മുടെ 60,000-65,000 ദിർഹത്തിന് ഒരു അമേരിക്കൻ ഡിഗ്രി 4 ഇയർ അമേരിക്കൻ ഡിഗ്രി ഇവിടെ നിന്ന് പോകാതെ കിട്ടും. കാരണം എന്ന് വെച്ചാൽ ഞങ്ങളൊക്കെ അമേരിക്കൻ യൂണിവേഴ്സിറ്റി, അതായത് മഡോണ യൂണിവേഴ്സിറ്റിയുടെ അപ്പോയിൻറ്റഡ് പ്രൊഫസേഴ്സാണ്. ഓക്കെ, നമ്മുടെ പ്രൊഫസേഴ്സ് നമ്മൾ തന്നെ പഠിപ്പിക്കുന്ന നമ്മുടെ സ്റ്റുഡൻസിൻ്റെ പേര് മഡോണ യൂണിവേഴ്സിറ്റിയുടെ ഓൺ ക്യാമ്പസിലെ സ്റ്റുഡൻസിൻ്റെ ഗ്രാജുവേഷൻ ലിസ്റ്റിൽ നമ്മുടെ പിള്ളേരുടെ പേരുകൊണ്ട് ആസ് ഇഫ് ദേ ആർ ഗോൺ ടു അമേരിക്ക ആൻഡ് സ്റ്റഡീഡ്. ഡിഗ്രിയിൽ പോലും മെൻഷൻ ചെയ്യുന്നില്ല UAE പഠിച്ചാണ്. ദ ഡിഗ്രി ഈസ് ഇഷ്യൂഡ് ടു മൻസൂർ അഹമ്മദ്, ഓക്കെ, ഫ്രം മഡോണ യൂണിവേഴ്സിറ്റി, സിറ്റി ഓഫ് ലിവോണിയ, മിഷിഗൻ സ്റ്റേറ്റ്, USA വിത്ത് ഓൾ റൈറ്റ്സ്. എല്ലാം അംഗീകൃതമായ ഡിഗ്രിയാണ്. മൈഗ്രേറ്റ് ചെയ്യാം, മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി കിട്ടും. ഇവിടെ തന്നെ മൾട്ടിനാഷണൽ വർക്ക് ഇൻ ദ UAE, they can work in India, work in any part of the world. നമ്മുടെ ചർച്ച തുടരുകയാണ്. എന്നുള്ള ഈ പ്രോഗ്രാമിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ലണ്ടൻ അമേരിക്കൻ സിറ്റി ഓഫ് കോളേജിന്റെ പ്രസിഡന്റും CEOയുമായിട്ടുള്ള പോൾസൺ മാത്യു ചുങ്കപ്പുരയാണ്. സ്വാഭാവികമായിട്ടും കുറെ സംശയങ്ങൾ പ്രത്യേകിച്ച് മക്കളുടെ കാര്യത്തിൽ നമ്മുടെ തന്നെ കാര്യത്തിൽ ഉണ്ടാവും. ഉപരിപഠനം എത്രയാണ് സാധ്യമാവും, ഏതൊക്കെ സ്വഭാവത്തിലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുത്താലാണ് ഈ നിലവിലുള്ള ഈ തൊഴിൽ വിപണിയിൽ നമ്മുടെ മക്കൾക്ക് അടുത്ത തലമുറക്ക് കൂടുതൽ സാധ്യതകൾ ഉണ്ടാവും എന്നതുൾപ്പെടെയുള്ള നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടുന്നുണ്ട്. അതൊക്കെയും ചോദിക്കാവുന്നതാണ്. നമ്മൾ പരിമിതമായ സമയത്തിനുള്ളിൽ നിന്ന് പോൾസൺ സാർ അതിനുള്ള മറുപടി നൽകുന്നതാണ്. ഒരു ചോദ്യം ലണ്ടൻ കോളേജിൽ സ്കോളർഷിപ്പ് ഓഫർ ചെയ്യുന്നുണ്ടോന്നോ? ഉണ്ട്. നമ്മൾ വളരെ വെരി സ്പെഷ്യൽ സ്കോളർഷിപ്പ് നമ്മൾ ഓഫർ ചെയ്യുന്നത്. കാരണം ഈ $1,80,000 ചിലവാകുന്നതിൽ $1 ലക്ഷം അവരുടെ ട്യൂഷൻ ഫീസ് തന്നെയാണ്. ആ $1 ലക്ഷം ചാർജ് ചെയ്യുന്നിടത്താണ് പിള്ളേർ $17,500 $18,000 താഴെ കൊടുത്താൽ ഈ ഡിഗ്രി അവർക്ക് കിട്ടുന്നത്. നമ്മളൊരു വെരി സ്പെഷ്യൽ സ്കോളർഷിപ്പ് കൊടുത്തിരിക്കുന്നത്. തന്നെയാണ് ഈ കോവിഡ് കാലത്ത് നമ്മൾ ഒരു മാസം 2,000 ദിർഹത്തോളം ചാർജ് ചെയ്തുകൊണ്ടിരുന്ന ഫീസ് ഇപ്പം 1,750 1,800 ദിർഹം വരെ നല്ലവർ പഠിക്കുന്ന പിള്ളേർ കൊടുക്കുന്നുണ്ട്. മന്ത്ലി ഓരോ മാസവും 36 ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് ചെയ്താൽ മതി. 1,800 ദിർഹം 36 ഇൻസ്റ്റാൾമെന്റ് പേ ചെയ്താൽ എത്ര വരും? അപ്പം ഒരു മാസം ഫീസ് പേ ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ലേറ്റ് പേയ്മെന്റിന് നമ്മൾ പെനാൽറ്റി ഈടാക്കുന്നില്ല. പിള്ളേർക്ക് നമ്മൾ വളരെ ഹ്യൂമാനിറ്ററിയൻ, ബിക്കോസ് വി ആർ പ്രൊഫസേഴ്സ്, നമ്മൾ ബിസിനസ്സുകാരല്ല. അപ്പം എഡ്യൂക്കേഷൻ ഇസ് എ സർവീസ് വിച്ച് ഹാസ് ടു ബി പ്രൊവൈഡഡ് ടു എവരി വൺ. അവരുടെ എല്ലാവരുടെയും വെൽബീങ് ആണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ 2-3 മാസം ചില പിള്ളേർക്ക് ഫീസ് പേ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ലേറ്റായിട്ട് ഒരു പേ ചെയ്യും. അപ്പം നമ്മൾ അതിനൊരു പെനാൽറ്റി ഈടാക്കാറില്ല, ഒരു ഫൈൻ ഈടാക്കാറില്ല. ഇപ്പോൾ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിൽ ഏതൊക്കെ കോഴ്സുകളാണ് സാർ ഇപ്പം ആളുകൾക്ക് ലഭ്യമായി? നമ്മൾ 12th ഗ്രേഡ് പാസ്സായിട്ടുള്ള CBSE, ICSE, സ്റ്റേറ്റ് ബോർഡ്, അല്ലെ പാകിസ്ഥാനിലെ ഫെഡറൽ ബോർഡോ അല്ലെങ്കിൽ ബ്രിട്ടീഷ് A ലെവൽ O ലെവൽ IGCSE പാസ്സായിട്ടുള്ള പിള്ളേർക്ക് നമ്മുടെ ബാച്ചിലേഴ്സ് ഡിഗ്രി, ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ചേരാം. നമ്മുടെ 70% പിള്ളേരും ഇവിടുന്ന് പാസ്സായ പിള്ളേർക്ക് ഓണേഴ്സോ ഉണ്ട്. എൻ്റെ മോള് പോലും മഡോണ യൂണിവേഴ്സിറ്റിയുടെ ബാച്ചിലേഴ്സ് വിത്ത് ഡിസ്റ്റിങ്ഷൻ 4 out of 4 എടുത്ത് പാസ്സായി. അവർക്ക് ഹയസ്റ്റ് അച്ചീവ്മെൻറ്റ് അവാർഡ് കിട്ടി. 47 നമ്മുടെ സ്റ്റുഡൻസിന് കഴിഞ്ഞ 18 വർഷമായിട്ട് ഹയസ്റ്റ് അച്ചീവ്മെൻറ്റ് അവാർഡ് എല്ലാത്തിനും A+ കിട്ടിയിട്ടുണ്ട്, പാസ്സായിട്ടുണ്ട്. ഡിഗ്രി എന്നുള്ളത് 3 ഇയർ തന്നെ ആയിരിക്കും. 4 ഇയേഴ്സ് എന്നുള്ള ഡിഗ്രി നമ്മൾ സമ്മർ സെമിസ്റ്റർ ഉള്ളതുകൊണ്ട് ഒരു 3 വർഷം കൊണ്ട് 3.25 വർഷം കൊണ്ട് തീർക്കും. ദർ ഇസ് നോ ഡൈല്യൂഷൻ ഓഫ് ക്വാളിറ്റി. കാരണം ദർ ഇസ് നോ ഷോർട്ട് കട്ട് മെത്തേഡ്. പക്ഷേ നമുക്ക് അമേരിക്ക 2 സെമിസ്റ്റർ ഉണ്ടെങ്കിൽ നമുക്ക് 3 സെമിസ്റ്റർ ഉണ്ട്. സമ്മർ സെമിസ്റ്റർ ഉള്ളതുകൊണ്ട് 9 സെമിസ്റ്റർ 3.5 വർഷം കൊണ്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം. ഒറിജിനൽ അമേരിക്കൻ ഡിഗ്രി കിട്ടുന്ന അത് അമേരിക്കയിൽ പഠിച്ചെന്നുള്ളതിനെ പോലെ തന്നെ ഈക്വലൻ്റ് ആണ്. അവർ UAE പഠിച്ചായിട്ട് പറയുന്നില്ല. ആ ഡിഗ്രിക്ക് ഓൺ ക്യാമ്പസുള്ള ഡിഗ്രിക്കുള്ള വിലയുണ്ട്. നമുക്ക് അമേരിക്കയ്ക്ക് മൈഗ്രേറ്റ് ചെയ്യാം, കാനഡയ്ക്ക് പോകാം, ഏത് യൂറോപ്യൻ രാജ്യങ്ങളിൽ യാത്ര ചെയ്യാം. ഇപ്പോൾ ഡയറക്റ്റ് ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഡയറക്റ്റ് ക്ലാസ്സുകളുണ്ട്. ഇപ്പം ഗവൺമെൻറ് പെർമിഷൻ തന്നിരിക്കുന്നുണ്ട്. നമ്മൾ ഷാർജയിലൊക്കെ കംപ്ലീറ്റ് ഓപ്പൺ അപ്പ് ചെയ്തു. റെഗുലർ ക്ലാസ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഒക്ടോബർ എല്ലാ സ്ഥലത്തും ഓപ്പൺ അപ്പ് ചെയ്യുന്ന പെർമിഷൻ ഉണ്ട്. എല്ലാവർക്കും റെഗുലർ ക്ലാസ് തീർച്ചയായിട്ടും. നമ്മൾ വർഷങ്ങളായിട്ട് പഠിപ്പിക്കുകയാണ്. നമ്മൾ ഒരു ജൂനിയർ ലെക്ചറായിട്ട് ഒരു ലീവ് അതിനുശേഷം നമ്മൾ യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടനിലുള്ള യൂണിവേഴ്സിറ്റി ഓഫ് അഗ്രികൾച്ചർ ആയിരുന്നു. നാഷണൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റി ഡക്കോട്ട, കാലിഫോർണിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റനിസ്ലാവോസ് USA, പല യൂണിവേഴ്സിറ്റികളും പഠിപ്പിച്ചിട്ടുണ്ട്. നമുക്ക് പറയാൻ പറ്റും ഇവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എഡ്യൂക്കേഷൻ ഡെഫിനറ്റ്ലി വിൽ ബി
more valuable than the degree that we get in India. With all respect to my country, ഞാൻ പറയാണ്, നമ്മുടെ നാട്ടിൽ പഠിക്കാൻ ആഗ്രഹമുള്ള പിള്ളേര് അവിടെ പഠിച്ചാൽ അറിവും എല്ലാം നല്ല വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെങ്കിലും അവർക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ കിട്ടുന്നില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ക്വാളിറ്റി ജോബ് മാർക്കറ്റിന് വേണ്ടത് ഡിഗ്രിയും പിജിയും അതല്ലെങ്കിൽ PhD പോലും ഉണ്ടാവും. പക്ഷേ ഒരു കമ്മ്യൂണിക്കേഷൻ സ്പീക്കിംഗ് സ്കിൽ, ലിസണിംഗ് സ്കിൽ, റൈറ്റിംഗ് സ്കിൽ, റീഡിംഗ് സ്കിൽ, പ്രസന്റേഷൻ സ്കിൽ, ഏത് ജോലിയിലും അതിനുള്ള നമ്മളുടെ പഠിപ്പിക്കുന്ന പിള്ളേരെ ഹൗ ടു റൈറ്റ് എ കോംപ്രിഹെൻസീവ് CV, ഗെറ്റ് എൻ ഇന്റർവ്യൂ, ഹൗ ടു റൈറ്റ് എ കവറിംഗ് ലെറ്റർ, how to prepare for interview, before the interview, during the interview, and after the interview. കാരണം കുട്ടികൾക്ക് ഇന്ന് ഏറ്റവും ആവശ്യം നല്ല ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ വളരെ സ്മാർട്ടാണ്. ഞാൻ കുറച്ച് വിശ്വസിച്ച് നമ്മുടെ ഇന്ത്യക്കാർ വളരെ ഇതിലാണ്. പാകിസ്ഥാനിലും ബംഗ്ലാദേശിലും ഇന്ത്യക്കാരാണ്. നമ്മുടെ മലയാളികളുടെ എസ്പെഷ്യലി 100% സ്റ്റേറ്റാണ്. നല്ല വിദ്യാഭ്യാസം കൊടുത്താൽ ആ പിള്ളേർക്ക് എത്താൻ പറ്റാത്ത സ്ഥാനങ്ങളിൽ. അതോടെ സാർ ഈ അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി എങ്ങനെ തിരിച്ചറിയാൻ പറ്റുന്ന അതാണ് നോക്കേണ്ടത്. ഇപ്പൊ നമ്മള് ഈ പല കോളേജുകളും ഓപ്പറേറ്റ് ചെയ്യുന്നത് ഒരു ഫ്രീ സോൺ ലൈസൻസിലാണ്. ലൈസൻസ് പെർമിറ്റാണ് കുറ്റപ്പെടുത്തില്ല. ആ പെർമിറ്റുള്ള ചില ആൾക്കാർ പക്ഷെ ചില ആൾക്കാർക്ക് നമ്മളിപ്പോ ഈ പുരാവസ്തു വെച്ചിട്ടാണ് നാട്ടിലെ ഏറ്റവും വലിയ വിദഗ്ധന്മാരടക്കം നമ്മൾ തട്ടിപ്പ് നടത്തുന്നത്. അപ്പൊ ഇതുപോലെ ഒരു ഷോർട്ട് കട്ട് നമ്മൾ MBBS ഡിഗ്രി 5.5 വർഷത്തെ ഇന്റൻസീവ് പഠിത്തവും 6 മാസത്തെ ഹൗസ് സർവീസിംഗ് പാസ്സായ ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മെഡിസിൻ ഇപ്പൊ 2 വർഷം കൂടി മെഡിക്കൽ പാസ്സായ എല്ലാവരെയും കൊണ്ടിരിക്കും. അതുപോലെ അഡ്മിഷൻ അവർക്ക് 10ാം ക്ലാസ് പാസ്സായ 5ാം ക്ലാസ് പാസ്സായാലും പഠിക്കാൻ ചില സ്ഥലത്ത് എക്സ്പീരിയൻസ് ഉണ്ടാവുന്നത്. തീർച്ചയായിട്ടും നല്ല യൂണിവേഴ്സിറ്റി പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 10ാം ക്ലാസ് പാസ്സായ മാത്രമേ നമുക്ക് മാത്രമേ നമുക്ക് ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി BA ചെയ്യാൻ പറ്റുള്ളൂ. MBA മസ്റ്റാണ്. ഇത് കാരണം അവർക്ക് അക്രഡിറ്റേഷൻ ഇല്ല. അവർക്ക് അക്രഡിറ്റേഷൻ ഇല്ല. തൽക്കാലം പഠിക്കാൻ സാധിക്കില്ല. ഡിഗ്രി അടിച്ചു കൊടുക്കുന്നു. വളരെ സ്ട്രിക്റ്റ് ആണെങ്കിലും അങ്ങനെ ഒരു അക്രഡിറ്റഡ് യൂണിവേഴ്സിറ്റി കഴിഞ്ഞാല് ഒരു ഇന്റർനാഷണൽ അക്രഡിറ്റേഷൻ ബ്രിട്ടനിലെ ആസിക് ഇന്റർനാഷണൽ സ്കൂൾസ് കോളേജ് യൂണിവേഴ്സിറ്റി നമ്മുടെ കരിക്കുലം ചെക്ക് ചെയ്യും, നമ്മുടെ സ്റ്റാഫിന്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് ചെക്ക് ചെയ്യും. നമ്മൾ പ്രോപ്പറായിട്ട് ക്ലാസ് റൂം ടീച്ചിങ് വീക്കിലി ക്ലാസ്സാണ്. നമ്മൾ 5 ദിവസം ആഴ്ചയിൽ രാവിലെ ക്ലാസ് 9 വരെ 1 മണി വരെ, വൈകിട്ട് വർക്കിംഗ് പ്രൊഫഷൻസ് 6 മുതൽ 9 വരെ വൈകിട്ട് ക്ലാസ് ഉണ്ട്. ഷാർജ 2 ക്യാമ്പസ് ഉണ്ട്, ഫുജൈറ, റാസക്കീമ ഉണ്ട്. എല്ലായിടത്തും 5 ദിവസം പിള്ളേരെ പഠിപ്പിക്കുന്നു. കൂടുതൽ വിവരങ്ങൾ ആളുകൾക്ക് അറിയണമെങ്കിൽ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് അവർക്കറിയാൻ പറ്റും. ഓക്കെ, ശരിക്കും ഈ പഠിക്കുന്ന കുട്ടികൾക്ക് 5 ദിവസം നമ്മൾ ക്ലാസ് നടത്ത് മാത്രമല്ല ചെയ്യുന്നത്, അവരെ കണ്ടിന്യൂസ് അസസ്മെൻ്റ് ആണ്. അവർക്ക് മൾട്ടിപ്പിൾ ചോയ്സ് ടെസ്റ്റ്, ട്രൂ ഓർ ഫാൾസ് ടെസ്റ്റ്, എൻഡ് ഓഫ് ദി സെമിസ്റ്റർ ഒരു ഫൈനൽ എക്സാമിനേഷൻ ഉണ്ടായിരിക്കണം. നമ്മുടെ എക്സാമിനേഷൻ്റെ ആൻസർ സ്ക്രിപ്റ്റ് അക്രഡിറ്റിംഗ് അതോറിറ്റി ചെക്ക് ചെയ്യും, നമ്മുടെ സിലബസ് ചെക്ക് ചെയ്യും, നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ക്വാളിഫിക്കേഷൻ, പഠിച്ച് പാസ്സായ പിള്ളേരിൽ എന്തെങ്കിലും പെർസെൻറ്റേജ് എംപ്ലോയിഡ് ആയെന്ന് അവർ ചെക്ക് ചെയ്യും. അവരുടെ എംപ്ലോയേഴ്സിനെ ഇൻ്റർവ്യൂ ചെയ്യും, അലുമിനി സ്റ്റുഡൻസിനെ പഴയ സ്റ്റുഡൻസിനെ ഇൻ്റർവ്യൂ ചെയ്യും. ഇപ്പോൾ പഠിക്കുന്ന പിള്ളേരോട് ചോദിക്കും, അവരുടെ നോളജ് ചെക്ക് ചെയ്യും. നമ്മുടെ സ്റ്റാഫിൻ്റെയും നമ്മുടെ മാനേജ്മെൻറ്റ് ഹൂ റൺസ് ദ ഷോ, ക്വാളിഫൈഡ് പ്രൊഫഷൻസ് ആണോ, നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് അതുപോലെ തന്നെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇതെല്ലാം നോക്കി എല്ലാ ഇന്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അക്രഡിറ്റേഷൻ കിട്ടുള്ളൂ. നമുക്ക് അങ്ങനത്തെ 2 അക്രഡിറ്റേഷൻ ഉണ്ട് യൂറോപ്പിൽ നിന്ന്, ECB ഫ്രം ബെൽജിയം, ആസിക് ഫ്രം ബ്രിട്ടൻ, ഇംഗ്ലണ്ട്. ഇത് രണ്ടിനും ഉണ്ട്. അപ്പോൾ ആധികാരികമായി തന്നെയുള്ള ഒരു സംവിധാനത്തിലൂടെയാണ്. അങ്ങനെയുള്ള പ്രൈവറ്റ് കോളേജുകൾ വളരെ ചുരുക്കമാണ് UAE. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അതായത് അതുണ്ടെങ്കിൽ നമ്മൾ ദാറ്റ് മീൻസ് ദാറ്റ് ഗ്യാരണ്ടീസ് സ്റ്റുഡൻസ് ദാറ്റ് ദർ ഈസ് ഇന്റർനാഷണൽ അക്കാഡമിക് സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി സ്റ്റാൻഡേർഡ്. പിള്ളേർ പഠിക്കുന്നത് ഒരു നല്ല ഓർഗനൈസേഷനാണ്.
അവിടെ നിന്ന് കിട്ടുന്ന ഡിഗ്രി റെക്കഗ്നൈസ്ഡ് ആയിരിക്കും. പിള്ളേർക്ക് ഉറപ്പായിട്ടും വെൽ പേയിങ് ജോബ്സ് ലോക്കൽ ഇൻഡസ്ട്രീസിലും ഗ്ലോബൽ മൾട്ടിനാഷണൽ കോർപ്പറേഷൻസും കിട്ടും. ഈ ജോബ് എന്നുള്ള തന്നെ അത് തന്നെയാണ് ഇപ്പോൾ പോൾസൺ സാർ നമ്മൾ സംസാരിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പ്രത്യേകിച്ച് ഈ കോവിഡിൻ്റെ ഒരു പ്രതിസന്ധി കാലമൊക്കെ കഴിഞ്ഞു, വിപണികളൊക്കെ ഒന്ന് സജീവമാകുന്നു. ഇപ്പോൾ ദുബൈയിലൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു, റോഡൊക്കെ വളരെ സജീവമായിരിക്കുന്നു, ഓപ്പണിംഗ്. വിഷൻ ലീഡർഷിപ്പ് ഉള്ളതുകൊണ്ട് വിഷൻ ലീഡർഷിപ്പ് നമ്മുടെ ഷെയ്ഖ്മാർ they are day and night working hard to bring up the economy, and the economy will definitely revive. അപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളൊക്കെയും പുതുതായിട്ട് ഇനി ആളുകൾ എടുക്കാനുള്ള ഒരു നീക്കത്തിലാണ്. അതിൻ്റെ ഒരുപാട് കോൾ ഫോർ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെ പിന്നെ നമ്മൾക്ക് ആ ഒരു സാധ്യതകളെ യൂസ് ചെയ്യാൻ സാധിക്കും? അതിന് എന്തൊക്കെ പ്രിപ്പറേഷനാണ്, ഒരു ഹോംവർക്ക് എന്നുള്ള നിലക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒരു ജോലി കിട്ടാൻ ആണ് ഏറ്റവും ഇന്ന് പിള്ളേരെ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഒരുപാട് പേർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു ഈ കോവിഡ് കാലത്ത്. ഏകദേശം 45 മുതൽ 50 കോടി വരെ ആൾക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടെന്നാണ് പിന്നെ അൺഒഫീഷ്യൽ ഫിഗേഴ്സ് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ 10 കോടിയിലധികം ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു ഈ കോവിഡ് കാലത്ത്. ഈ ഒരു സാഹചര്യത്തിൽ ജോലി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചില ബേസിക് സംഗതികൾ അറിഞ്ഞാണ്. ഒരു പിന്നെ ബേസിക് ഐഡിയാസ് നമുക്ക് ഉണ്ടാക്കണം. നല്ല എഡ്യൂക്കേഷനാണ് ഏറ്റവും വലിയ പ്രീ റിക്വസിറ്റ്. നല്ല എഡ്യൂക്കേഷൻ, നല്ല ട്രെയിനിങ്ങും നല്ല സ്കില്ലും ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് സർട്ടൻ ടെക്നിക്സ് അറിയാമെങ്കിൽ നമുക്ക് ജോലി സാധ്യത വളരെ കൂടുതലുണ്ട്. ആദ്യമായിട്ട് ഒരു പ്രൊഫസർ, ഒരു അമേരിക്കൻ പ്രൊഫസർ മേരി എലൻ കുഷി പറഞ്ഞു, യു കനോട്ട് ഗെറ്റ് ദ പൊസിഷൻ ഓഫ് യുവർ ഡ്രീം വിത്തൗട്ട് ഫസ്റ്റ് നോയിങ് യുവർ സെൽഫ്, നോയിങ് ദ ജോബ് മാർക്കറ്റ് ആൻഡ് നോയിങ് ദ എംപ്ലോയ്മെൻറ്റ് പ്രോസസ്. ആദ്യമായിട്ട് നമുക്ക് നമ്മളെപ്പറ്റി തന്നെ ഒരു രൂപരേഖ ഉണ്ടാക്കണം. നമ്മൾ ആരാണെന്ന് പലർക്കും നമ്മളെപ്പറ്റി അറിയത്തില്ല. പലരും ഓർക്കും, എനിക്ക് വിവരമില്ല, എൻ്റെ വിദ്യാഭ്യാസം കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നതാണ്. ശരിക്കും നമ്മളൊരു ഇൻറ്റൻസീവ് എക്സ്റ്റൻസീവ് സെൽഫ് അനാലിസിസ് നമ്മൾ നടത്തണം. നമുക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും ഇൻട്രസ്റ്റ് ഉള്ളത്, നമ്മൾ ഏത് ഫീൽഡിലാണ് നമുക്ക് ശോഭിക്കാൻ സാധിക്കുന്നത്, നമ്മുടെ അഭിരുചി നമുക്ക് ഉള്ളത് മനസ്സിലാക്കുക. നമ്മൾ ഏത് സബ്ജക്റ്റാണ് സ്കൂളിൽ പഠിച്ച കാലത്തും കോളേജിൽ പഠിച്ച കാലത്തും ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നത്, ഏത് തരത്തിലുള്ള ജോലിക്കാണ് നമുക്ക് താല്പര്യമുള്ളത്, ഏത് തരത്തിലുള്ള ജോലിക്കുള്ള ആപ്റ്റിറ്റ്യൂഡാണ് നമുക്കുള്ളത്. എല്ലാ ആൾക്കാർക്കും പല വിധത്തിലുള്ള കഴിവുകളുണ്ട്. ആരും യൂസ്ലെസ് അല്ല, എല്ലാവരും നല്ല വിവരമുള്ളവരാണ്. പല വിധത്തിലുള്ള ക്വാളിറ്റി ഉള്ളത്. നമ്മൾ നമ്മുടെ പ്ലസ് പോയിന്റ്സും മൈനസ് പോയിന്റ്സും നമ്മൾ സെൽഫ് അനാലിസിസ് നടത്തണം. നമ്മൾ നമ്മുടെ അക്കംപ്ലിഷ്മെൻറ്റ്സ്, നമ്മൾ എന്തൊക്കെ ജീവിതത്തിൽ അച്ചീവ് ചെയ്തു. സ്കൂളിൽ പഠിച്ച കാലത്ത് സ്കൂൾ ലീഡറായിരുന്നോ, അല്ലെങ്കിൽ അവിടെ പഠിത്തത്തിൽ 1ാം സ്ഥാനത്താണോ, സ്പോർട്സിലോ ഗെയിംസിലോ പല വിധത്തിലുള്ള നമ്മുടെ ഇത് നോക്കുക. നമ്മുടെ ഇൻട്രസ്റ്റ് നോക്കുക, നമ്മുടെ എക്സ്പീരിയൻസ് നോക്കുക, നമ്മുടെ എബിലിറ്റീസ് നോക്കുക, നമ്മുടെ അതുപോലെ പ്രയോറിറ്റീസ് ഇൻ ലൈഫ് എന്താണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഒരു ജോലിയിൽ നമ്മൾ എന്താ പ്രതീക്ഷിക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കാനാണോ ആഗ്രഹിക്കുന്നത്, അതെയോ പുതിയ പുതിയ സ്ഥലങ്ങൾ വിസിറ്റ് ചെയ്യാനുള്ള ആഗ്രഹമാണോ, അല്ലെങ്കിൽ ഒരു നല്ല സാലറി കിട്ടാനാണോ, അല്ലെങ്കിൽ ഒരു നല്ല വലിയൊരു കമ്പനി വർക്ക് ചെയ്യാനാണോ, അല്ലെങ്കിൽ ഒരു ചെറിയ കമ്പനി ഒരു വലിയ പൊസിഷൻ ഇരിക്കാനാണോ. പലർക്കും പല പ്രയോറിറ്റീസാണ് ഉള്ളത്. അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. നമ്മുടെ പീപ്പിൾ സ്കിൽ എങ്ങനെ, നമ്മുടെ എബിലിറ്റി ടു കമ്മ്യൂണിക്കേറ്റ്, എങ്ങനെ നമുക്ക് മനുഷ്യരോട് സംസാരിക്കാൻ പറ്റും. നമ്മൾ മനുഷ്യരെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണോ, അതെയോ ഒരു ഇൻട്രോവേർട്ടാണോ, നമ്മൾ കാൽക്കുലേഷനിൽ മിടുക്കരാണോ, നമ്മൾ ഒരു ലീഡറാണോ, ഫോളോവറാണോ, നമുക്ക് അധികം എക്സ്പ്ലനേഷൻ കൂടാതെ ഒരു കാര്യം മനസ്സിലാക്കാനും ജോലി ചെയ്യാനും സാധിക്കുമോ, സ്ട്രെസ്ഫുൾ കണ്ടീഷനിൽ നമുക്ക് പീസ്ഫുള്ളായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ടൈം മാനേജ്മെൻറ്റ് കീപ്പപ്പ് ചെയ്യുന്നതാണോ, ഡിസിപ്ലിൻഡ് ആണോ. ഡിസിപ്ലിനൊക്കെ നമുക്ക് ഉറപ്പായിട്ട് ജീവിതത്തിൽ വേണം, എന്നാൽ മാത്രമേ നമുക്ക് വരാൻ പറ്റുള്ളൂ. ഇതെല്ലാം നമ്മൾ അസസ് ചെയ്യണം. അതുപോലെ നമ്മുടെ ടെക്നിക്കൽ സ്കിൽസ്, IT സ്കില്ല്, ഫോറിൻ ലാംഗ്വേജ് സ്കില്ല്, നമ്മുടെ ട്രാവൽ എക്സ്പീരിയൻസ്, ഇതെല്ലാം നമുക്ക് അഡീഷണൽ അസസ്സാണ്. നമ്മൾ പല രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് മൾട്ടിനാഷണൽ ജോലി കിട്ടും, നമുക്ക് ക്രോസ് കൾച്ചറൽ ലിറ്ററസി കിട്ടും. അപ്പോൾ ഇതെല്ലാം നമ്മൾ ശരിയായ വിധത്തിൽ അനലൈസ് ചെയ്തിട്ട് നമ്മൾ പിന്നീട് ചെയ്യേണ്ട അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ മനസ്സിലാക്കണം ഇന്നത്തെ തൊഴിലിന് ട്രൈ ചെയ്യുന്ന ആൾക്കാർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ്. ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇന്ന് 2008 ഫൈനാൻഷ്യൽ ക്രൈസിസ്, വേൾഡ് ഫൈനാൻഷ്യൽ ക്രൈസിന് ശേഷം ലോകത്ത് തൊഴിലില്ലായ്മ ഒരു വലിയ പ്രശ്നമായി മാറി. പഴയതുപോലെ നമുക്ക് ഫുൾ ടൈം ജോലി കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ ഒരാൾക്ക് ഒരു ജോലി നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് അടുത്ത ജോലി കിട്ടുമായിരുന്നു. ഇപ്പോൾ ഒരു വർഷത്തിൽ കൂടുതൽ ശരാശരി 40 മണിക്കൂർ വെച്ച് ഒരാഴ്ച വർക്ക് ചെയ്താലേ നമുക്കൊരു നല്ല ജോലി കിട്ടുന്നുള്ളൂ. പല എംപ്ലോയേഴ്സും അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ പാർട്ട് ടൈമും ടെമ്പററി ജോബ് ആൾക്കാരെ എംപ്ലോയ് ചെയ്യുന്നു. കാരണം ദേ വാണ്ട് ടു കട്ട് ദ കോസ്റ്റ്. അതുപോലെ തന്നെ പഴയ കാലത്ത് നമ്മൾ എംപ്ലോയേഴ്സ് ചേഞ്ച് ചെയ്തു, പക്ഷേ എംപ്ലോയീസ് ചേഞ്ച് ചെയ്തില്ല. അതായത് ജോബ് സീക്കേഴ്സ് നെവർ ചേഞ്ച്, ബട്ട് റിക്രൂട്ടേഴ്സ് ഹവ് ചേഞ്ച്. ഇപ്പം നമ്മൾ ജോബ് സീക്കേഴ്സ് ഓർക്കുന്നത്, നമ്മളിപ്പോൾ ഒരു CV അയച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉടനെ തന്നെ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിക്കും, നമ്മൾക്ക് സെലക്ഷൻ കിട്ടുന്നതാണ്. എംപ്ലോയേഴ്സ് നോക്കുന്നത് അവരുടെ ഒരു ഡ്രീം എംപ്ലോയിയെ
വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ ഒരു എംപ്ലോയി ഇല്ലായിരിക്കും. ഇപ്പം വേണ്ട, അത്യാവശ്യമുള്ള മാത്രം എടുത്തു നിന്നു. നമ്മൾ പലപ്പോഴും CV അയച്ചാൽ നമുക്ക് റിപ്ലൈ പോലും അവർ തരികയില്ല, അക്നോളജ്മെന്റ് ഇല്ല. അതുപോലെ തന്നെ അവരും എങ്ങനെ മനുഷ്യനെ ഒഴിവാക്കാന്നാണ് നോക്കുന്നത്. എത്രയും പരമാവധി ആൾക്കാരെ ഒഴിവാക്കി കമ്പനി നടത്താൻ തന്നെയല്ല, മാക്സിമം ഇന്ന് പഴയ ലെങ്ത് ഓഫ് ദി ജോബ് അതേപോലെ ലാസ്റ്റ് ചെയ്യുന്നില്ല. ഫ്യൂ മന്ത്സ് അല്ലെ ഫ്യൂ ഇയേഴ്സിനാണ് മനുഷ്യർക്ക് ജോലി നഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് ഈ ജോലി ഉള്ളവർ തന്നെ വേറെ ജോലിക്ക് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, കാരണം എപ്പോഴും ജോലി പോകുന്ന അറിയത്തില്ല. അതുപോലെ തന്നെ നമ്മുടെ പഴയതുപോലെ അല്ല, ഇന്നിപ്പം നമ്മുടെ ഒരാളുടെ ടോട്ടൽ പേഴ്സണാലിറ്റി ഇപ്പോഴത്തെ കമ്പനികളൊക്കെ ചെക്ക് ചെയ്യുന്നു. അവർ ഒരു മസ്റ്റാണ്, ഒരു ബാച്ചിലേഴ്സ് ഓർ മാസ്റ്റേഴ്സ് ഡിഗ്രി ഈസ് എ മസ്റ്റ് ഫോർ എംപ്ലോയ്മെന്റ്. കാരണം അതൊരു സിഗ്നലാണ് ദ പേഴ്സൺ ഈസ് ഇന്റലിജന്റ് ആൻഡ് ഈ വർക്ക്സ് ഹാർഡ്. അങ്ങനെ അവരെല്ലാ ശ്രമങ്ങളും അനലൈസ് ചെയ്തിട്ടാണ് എടുക്കുന്നത്. തന്നെയല്ല, ഇന്ന് അവർ ഒരാൾ ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർ പറയും, ഡസ് നോട്ട് ഹാവ് നെസസറി സ്കിൽ എന്ന് പറയും. അപ്പോൾ നമ്മൾ ഓർക്കും നമുക്ക് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ലാഞ്ഞിട്ട്, ശരിക്കും അവർ പറയുന്ന എക്സ്പീരിയൻസ് ഇല്ല. ഇഫ് യു വാണ്ട് എ ജോബ് യു ഷുഡ് ബി കറന്റ് എംപ്ലോയിഡ്. അപ്പം നമുക്കൊരു തൊഴിലുണ്ടെങ്കിൽ പിന്നെ നമ്മൾ വേറെ തൊഴിലിന് അപ്ലൈ ചെയ്യുന്നത്. അപ്പം എംപ്ലോയേഴ്സ് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നൊരു സിറ്റുവേഷൻ ഇല്ലാത്ത സ്ഥിതിയിലേക്ക് മാറുന്നു. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിയായ വിധത്തിലുള്ള ഈ ജോബ് മാർക്കറ്റിനെ പറ്റി നല്ല അസസ് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള ഫീൽഡുകൾ നമ്മൾ ഒരു 5-6 ഫീൽഡ് ചൂസ് ചെയ്യുക, സെലക്ട് ചെയ്തിട്ട്. അതുപോലെ അങ്ങനെയുള്ള എംപ്ലോയേഴ്സ് നമ്മൾ കണ്ടുപിടിക്കുക. ആദ്യ കാലഘട്ടത്തിൽ നമ്മൾ വലിയ വലിയ കമ്പനികൾ വർക്ക് ചെയ്യാൻ നോക്കരുത്. ചെറിയ ചെറിയ കമ്പനികളിലാണ് വലിയ എക്സ്പീരിയൻസ് ഇല്ലാതെ ഗ്രോത്ത് നമുക്ക് തന്നെ ഉൾക്കൊള്ളാം. അത് തന്നെ അവിടെ വർക്ക് ചെയ്ത് നമ്മൾ എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്യാൻ വേണ്ടി. പ്രിയപ്പെട്ടവരെ, ടീ ടോക്ക് വിത്ത് MCA തുടരുകയാണ്. നമ്മുടെ കൂടെയുള്ളത് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിൻ്റെ CEOയും പ്രസിഡൻറ്റുമായിട്ടുള്ള പോൾസൺ മാത്യു ചുങ്കപ്പുരയാണ്. ഏറ്റവും വിലപ്പെട്ട ചില നിർദ്ദേശങ്ങൾ, ചില മുൻകരുതലുകൾ കൈക്കൊള്ളാനുള്ള ഏറ്റവും കൃത്യമായിട്ടുള്ള ഉപദേശങ്ങൾ കൂടിയാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ സാർ ഏറ്റവും പ്രധാനപ്പെട്ട, ഇനി നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിൽ അറിയിക്കാവുന്നതാണ്. കുറച്ച് സമയം കൂടി പോൾസൺ സാർ നമ്മുടെ കൂടെ തുടരുന്നതാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യമൊക്കെ ഉന്നയിക്കുന്നത് ഈ CV നേരത്തെ പറഞ്ഞു, ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിൽ CV എങ്ങനെ പ്രിപ്പയർ ചെയ്യണം എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുക്കേണ്ട മേഖല ഏതാണ് സാർ? അതായത് നമ്മൾ ഒരു ജോബ് മാർക്കറ്റ് പഠിച്ചു കഴിയുമ്പം നമ്മൾ എന്തൊക്കെ നമുക്ക് ട്രേറ്റ് അല്ലെ ക്വാളിറ്റീസ് ആണ് ഇന്നത്തെ എംപ്ലോയേഴ്സ്, പ്രോസ്പെക്റ്റീവ് എംപ്ലോയീസ് എന്ന് പ്രതീക്ഷിച്ച് നമ്മൾ നോക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ടിയത് ഇൻറ്റഗ്രിറ്റിയാണ്. ഇൻറ്റഗ്രിറ്റി മീൻസ് ഓണസ്റ്റി, മൊറാലിറ്റി ആൻഡ് ട്രൂത്ത്ഫുൾനെസ്. ഇന്ന് ലോകത്തില്ലാത്ത ഏറ്റവും വലിയ സംഗതി അതാണ്. നമുക്കറിയാമല്ലോ, ഭരണാധികാരികൾ വരെ പല സ്ഥല രാജ്യങ്ങളിലും കള്ളം പറഞ്ഞ് മനുഷ്യനെ കളിപ്പിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു കമ്പനിയും ഒരു സത്യസന്ധനല്ലാത്തൊരു മനുഷ്യനെ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ഹൈ ലെവൽ ഓഫ് ഇൻറ്റഗ്രിറ്റി, മൊറാലിറ്റി and honesty should be there. Then high level of intelligence, high level of maturity, effective communication skill. Communication skills means speaking skill, presentation skill, listening skill, writing skill, reading skill. ഇതെല്ലാം വേണം നമുക്ക്. അതുപോലെ നമ്മൾ വളരെ ഫ്ലെക്സിബിൾ ആയിരിക്കണം. We should be ready to accept any job, okay, and ready to do any work for the company. Okay, loyalty to the organization, ഹൈ ലെവൽ ഓഫ് എനർജി ആൻഡ് മോട്ടിവേഷൻ. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എപ്പോഴും കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പം ടൈം മാനേജ്മെൻറ്റ്. ഒരിക്കലും നമ്മൾ എനിക്ക് തിരക്കാണ് നേരത്തെ പോകാൻ നോക്കരുത്. ഒരു അരമണിക്കൂർ താമസിച്ച് പോയാലും നമ്മൾ ഒരിക്കലും നേരത്തെ പോകാൻ പാടില്ല. സമയത്ത് നമ്മൾ കമ്പനി എത്തിയിരിക്കുക. ഓക്കെ, ആൻഡ് ഓൾസോ ബി ലോയൽ ടു ദി ഓർഗനൈസേഷൻ. ഒരു ആൾ ജോലി തരുമ്പം ആ മനുഷ്യൻ നമ്മളെ വിശ്വസിച്ച് ഏൽപ്പിക്കുകയാണ്. ജോലി പരമാവധി ആത്മാർത്ഥതയോടെ സത്യസന്ധത ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സ്കിൽസ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. കമ്പ്യൂട്ടർ സ്കില്ല്, ഓക്കെ, അതുപോലെ തന്നെ പ്രസന്റേഷൻ സ്കില്ല്, ടെക്നിക്കൽ സ്കിൽസ്, ഇതെല്ലാം നമ്മൾ ഇമ്പ്രൂവ് ചെയ്യണം. ക്രിയേറ്റീവ് പ്രോബ്ലം സോൾവിംഗ് സ്കിൽ, ഓക്കെ, ഹ്യൂമിലിറ്റി ആൻഡ് ഹംബിൾനെസ്. നമ്മളെപ്പോഴും നമ്മുടെ കസ്റ്റമേഴ്സിനെ ട്രീറ്റ് ചെയ്യുന്ന റെസ്പെക്റ്റോടെയും കെയറോടെയും ആയിരിക്കണം. എപ്പോഴും പൊളൈറ്റ്നെസ് ഈസ് നോട്ട് എ വീക്ക്നെസ്, അരഗൻസ് ഈസ് എ വീക്ക്നെസ്. നമ്മളെപ്പോഴും വളരെ പൊളൈറ്റ് ആൻഡ് പ്ലസൻ്റ് ആയിരിക്കണം, പ്ലസൻറ്റ് നേച്ചർഡ് ആയിരിക്കണം. ഓക്കെ, ഇപ്പം അമേരിക്കയിലൊക്കെ കസ്റ്റമർ ഈസ് കോൾഡ് ദ കിങ്, ബട്ട് ഇൻ ജപ്പാൻ കസ്റ്റമർ ഈസ് ഗോഡ്. ഇപ്പോൾ ഒരു ടോക്കിയോയിലൊരു ഷോപ്പിംഗ് മോൾ നമ്മൾ പോകുകയാണെങ്കിൽ അവർ നമ്മളെ വന്ന് റിസീവ് ചെയ്യും, പ്ലീസ് കം. ഷോപ്പിംഗ് കഴിഞ്ഞ് പോകുമ്പോഴും അവർ പറയും താങ്ക് യു വെരി മച്ച്, വിസിറ്റ് അഗെയിൻ. അങ്ങനെ നമ്മൾ നമ്മുടെ ആ പേഴ്സണാലിറ്റി അതെ. എന്നിട്ട് നമ്മൾ അതിന് ശേഷം നമ്മളൊരു കോംപ്രിഹെൻസീവ് CV പ്രിപ്പയർ ചെയ്യാം. വാട്ട് ഈസ് എ CV? കരിക്കുലം വിറ്റി, റെസ്യൂമേ എന്ന് അമേരിക്കയിൽ പറയും, നമ്മൾ ബയോഡേറ്റ എന്ന് ഇന്ത്യയിൽ പറയും. CV ഈസ് എ വെൽ സ്ട്രക്ചേർഡ് written summary of a person's career summary or career achievement, personal qualities, educational backgrounds, experience, which tell a prospective employer who you are. നിങ്ങൾ ആരാണ്, where you have been, നിങ്ങൾ എവിടെയായിരുന്നു, നിങ്ങൾക്ക് എന്തൊരു കമ്പനിക്ക് വേണ്ടി ചെയ്യാൻ സാധിക്കും, നിങ്ങൾ എവിടെ എത്താൻ ആഗ്രഹിക്കുന്നു.
ഈ കാര്യങ്ങൾ പറയുന്ന ഇതൊന്നും എസ്സേ റൈറ്റിംഗോ അല്ലല്ലോ, വളരെ ക്രിസ്പായിട്ട് വളരെ ക്രിസ്പായിട്ട് ഇറ്റ് ഷുഡ് ബി കൺസൈസ്, ഓക്കെ, ആൻഡ് ക്ലിയർ ആൻഡ് ഷുഡ് ബി എറർ ഫ്രീ, ഓക്കെ, കറക്റ്റ്ലി റിട്ടേൺ. വളരെ ബേസിക്. ഒരു 12ാം ക്ലാസ് പാസ്സായ ഒരു കുട്ടിക്ക് 1 പേജിൻ്റെ CV മതി. ഒരു ബാച്ചിലേഴ്സ് ഡിഗ്രി മാത്രം പാസ്സായി എക്സ്പീരിയൻസ് ആയ കുട്ടിക്ക് മാക്സിമം 2 പേജിൻ്റെ CV മതി. ആ CV എഴുതുമ്പം CV നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല, കാരണം ഇറ്റ്സ് അണ്ടർസ്റ്റുഡ് CV. യു ജസ്റ്റ് റൈറ്റ് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ, യുവർ നെയിം, യുവർ ഇമെയിൽ ID, യുവർ ടെലിഫോൺ നമ്പർ, മൊബൈൽ നമ്പർ ആൻഡ് ലാൻഡ് ലൈൻ നമ്പർ, okay, and all those things. Then your career objective. When you are applying for a job, people write sometimes, no, okay, seeking a challenging job in an organization where I want to improve my, in a future. You should write applying a highly qualified professional applying for a job in an organization where he or she can use his or her expertise and experience for the growth and the profitability of the company. Working, we are applying for promoting that company, not ourselves. Okay. So, in a practical experience shows 30 മുതൽ 45 സെക്കൻഡ് വരെ മാത്രമേ ഫസ്റ്റ് സ്ക്രീനിങ് ഓഫ് CV ഒരു HR മാനേജർ നടത്താറുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി വെൽ റിട്ടൺ, ഷുഡ് ബി എറർ ഫ്രീ, ഗ്രാമാറ്റിക്കലി എറർ ഫ്രീ ആയിരിക്കണം. അതുപോലെ തന്നെ ഫുൾ സെൻറ്റൻസ് ആവശ്യമില്ല. നല്ല ആക്ഷൻ വേർബ്സ് ഉപയോഗിക്കണം. അച്ചീവ്ഡ്, ഡെമോൺസ്ട്രേറ്റഡ്, ഓക്കെ, വൺ, ഇങ്ങനെ പല പല നല്ല ടേംസ് ഉപയോഗിക്കുക. വളരെ കൺവിൻസിംഗ് ആയിട്ട് നമ്മൾ എഴുതുക. പക്ഷേ യു ഷുഡ് ബി ഓണസ്റ്റ് ഇൻ യുവർ കമ്മ്യൂണിക്കേഷൻ. ഇനിയിപ്പോൾ സാർ അതങ്ങനെ ഇപ്പം ഏറ്റവും അട്രാക്റ്റ് ചെയ്യപ്പെട്ടിട്ട് ഒരു HR മാനേജർ അല്ലെങ്കിൽ ആ മൾട്ടിനാഷണൽ കമ്പനിയിലോ മറ്റേതെങ്കിലും സ്ഥാപനത്തിലോ ആളുകൾ ഇത് കണ്ടെത്തി നോക്കി. ഇനിയിപ്പോൾ അത് അടുത്ത പടി വരുന്നത് ഇൻ്റർവ്യൂ ആണ്. ഈ ഇൻ്റർവ്യൂവിൽ ഇപ്പോൾ സാധാരണഗതിയിൽ ഇപ്പോഴത്തെ ഒരു പശ്ചാത്തലത്തിൽ ഉന്നയിക്കപ്പെടുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇൻ്റർവ്യൂവിൽ നമ്മൾ ഒരു കമ്പനി പോകുന്നതിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് ആ കമ്പനിയെ പറ്റി ഒരു റിസർച്ച് നടത്തിയിരിക്കണം. ഇൻറ്റൻസ് ആൻഡ് എക്സ്റ്റൻസ് റിസർച്ച് അബൌട്ട് ദി ഇൻഡസ്ട്രി ഇൻ വിച്ച് ദ കമ്പനി ഈസ് ഓപ്പറേറ്റിംഗ്, ദ കമ്പനിയുടെ സൈസ്, കമ്പനിയുടെ കോർപ്പറേറ്റ് സ്ട്രാറ്റജി, കമ്പനിയുടെ പ്രൈസിംഗ് പോളിസി, കമ്പനിയുടെ കോമ്പറ്റീറ്റേഴ്സ്, ആ കമ്പനിയുടെ സ്ട്രെങ്സ് ആൻഡ് വീക്ക്നെസ്സസ്, പ്രൈസിംഗ് പോളിസി, പ്രോഫിറ്റബിലിറ്റി, അതിൻ്റെ പെർഫോമൻസ്, അതിൻ്റെ ഇയർ ഓഫ് എക്സിസ്റ്റൻസ്, ഇതെല്ലാം മനസ്സിലാക്കി ശേഷമാണ് നമ്മൾ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യേണ്ടത്. സോ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസ്. വൈ ഷുഡ് വി ഹയർ യു? വൈ ഡിഡ് യു അപ്ലൈ ഫോർ ദിസ് ജോബ്? ഓക്കെ, what contributions you can make for the success of this company? Okay, and what was your previous experience with the organization where you worked earlier? അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നവർ ബിഹേവിയറൽ ഇൻ്റർവ്യൂ ഉണ്ട്, ബിഹേവിയർ ക്വസ്റ്റ്യൻ ചെയ്യും. നമ്മുടെ ബിഹേവിയറും ചെക്ക് ചെയ്യാണ്. ദേ ചെക്ക് അവർ പേഴ്സണാലിറ്റി ഓൾസോ. ഓൾവേസ് ബി പോസിറ്റീവ്. നെവർ സേ നെഗറ്റീവ് അബൌട്ട് യുവർ ടീച്ചേഴ്സ് ഓർ യുവർ കൊലീഗ്സ് ഓർ യുവർ ഫ്രണ്ട്സ് ഓർ യുവർ കൊലീഗ്സ് ഓർ യുവർ മാനേജേഴ്സ്, പ്രീവിയസ് മാനേജേഴ്സ്. ഒരു നെഗറ്റീവ് പേഴ്സണാലിറ്റി ഉള്ള ആരും എടുക്കാൻ തയ്യാറാണ്. എപ്പോഴും പറയാം, ഹൗ വാസ് യുവർ പ്രീവിയസ് ബോസ്? Yes, he was excellent. Okay, he was very good. Even if he was not very fair to you, still you say he was good. Because നമ്മൾ ഒരു മോശമായിട്ട് ആ ബോസിനെ പറ്റി പറയുകയാണെങ്കിൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്ന HR മാനേജർക്ക് ഈ കമ്പനി വിട്ട് പോകുമ്പോൾ ഈ കമ്പനിയെ പറ്റി ഇയാൾ ഇതാ പറയാൻ പോകുന്നത്, അതിനാൽ തന്നെ നമ്മളെ റിജക്ട് ചെയ്യപ്പെടും. അതുപോലെ ചിലപ്പോൾ അൺപ്ലസന്റ് ക്വസ്റ്റ്യൻസ്, ഇല്ലീഗൽ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ ചോദിക്കും. അറിയാം, ഡൈവോഴ്സി, ഓക്കെ, എന്നൊക്കെ ചോദിക്കും. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ അമേരിക്കയിലൊക്കെ ഇല്ലീഗലാണ്. ചോദിക്കുമ്പോൾ പോലും പൊളൈറ്റായിട്ട് പറഞ്ഞാൽ മതി, സാർ ഇൻ വിച്ച് വേ this question is related to this job, because നമ്മുടെ ഫാമിലി ലൈഫിനെ പറ്റി പറയേണ്ട ആവശ്യമില്ല. നെവർ എവർ എംഫസൈസ് ദ നെഗറ്റീവ് പോയിന്റ്സ്, ഓൺലി യുവർ സ്ട്രെങ്ത്സ് യു എംഫസൈസ്. പോസിറ്റീവ് സ്പിരിറ്റിൽ എടുക്കുക, ഡി എംഫസൈസ് നെഗറ്റീവ് പോയിന്റ്സ്. ഓക്കെ, ഇതിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞാൽ ഇപ്പോൾ ആൾക്ക് കിട്ടുമില്ല എന്ന് പോലും ഉറപ്പില്ല. പിന്നെ ഇദ്ദേഹം ചെയ്യേണ്ട ഒരു ഹോംവർക്ക് എന്തായിരിക്കും? ആക്ച്വലി ഇൻ്റർവ്യൂവിന് നമ്മൾ പോകുന്നതിന് മുമ്പ് തന്നെ ഈ ഫ്രീക്വൻ്റ്ലി ആസ്ക്ഡ് ഇൻ്റർവ്യൂ ക്വസ്റ്റ്യൻസിന് നമ്മൾ പ്രോപ്പർ ആൻസർ പ്രിപ്പയർ ചെയ്യണം. മോക്ക് ഇൻ്റർവ്യൂ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ വഴി ആയിട്ട് കണ്ടക്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ ഇൻ്റർവ്യൂവിന് പോകുന്ന സ്ഥലത്തെ പറ്റി അറിയാമായിരിക്കണം. ആ ബിൽഡിംഗ് ഒരു ദിവസം മുമ്പെങ്കിലും നമ്മൾ മനസ്സിലാക്കണം, ഏത് ഫ്ലോറിലാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്, എവിടെയാണ് ലൊക്കേഷൻ, ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. നമ്മുടെ CVയുടെയൊക്കെ കോപ്പീസ് എടുത്തിരിക്കണം. കാരണം മേ ബി ഒരു പാനലുണ്ടായിരിക്കും, 4-5 പേരായിരിക്കും നമ്മൾ ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അതുപോലെ നമ്മൾ ഏറ്റവും ബെസ്റ്റ് പ്രൊഫഷണൽ സൂട്ട് ധരിച്ചിരിക്കണം. നമ്മുടെ നഖമൊക്കെ വെട്ടിയിരിക്കണം, ഷൂസ് പോളിഷ് ചെയ്തിരിക്കണം, ഹെയർ ട്രിം ചെയ്തിരിക്കണം, വളരെ പ്രസൻറ്റബിൾ ആയിരിക്കണം. ഡോണ്ട് പുട്ട് ടാറ്റൂസ് ആൻഡ് ഇയർ റിങ്സ് ആൻഡ് ഹാറ്റ് ആൻഡ് black glass and all that. You should be a professional, true professional. അല്ലെങ്കിൽ ഒരു ഹാഫ് പാൻ്റ് ഒക്കെ ഇട്ട് ഒരു ബെർമുഡ ഇട്ടൊന്നും പോരുത്. Always go with the professional dress. Even for the boys and girls, always suitings, best color. You find out from the company itself what kind of dress they are having. അവരുടെ തന്നെ നമ്മൾ ഡ്രസ് കോഡ് ഫോളോ ചെയ്യാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മൾ ആരാണ് നമ്മളെ ഇൻ്റർവ്യൂ ചെയ്യുന്നത് മനസ്സിലാക്കണം. അവരുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ്, അവരെന്തൊക്കെയാണ് ഇഷ്ടപ്പെടുന്നത്, ഓക്കെ, അതൊക്കെ മനസ്സിലാക്കുക. അതൊക്കെ നമുക്ക് വെബ്സൈറ്റിൽ നിന്നൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. അല്ലെങ്കിൽ അവിടെ ആരെങ്കിലും കോൺടാക്ട് ചെയ്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. കമ്പനിയെ പറ്റി നമുക്ക് തറോ ഒരു അറിവുണ്ടായിരിക്കണം. നമ്മൾ കുറേ ക്വസ്റ്റ്യൻസ് നമ്മുടേതായിട്ട് പ്രിപ്പയർ ചെയ്യണം. ഈ ഇൻ്റർവ്യൂവിൽ അവർ ചോദിക്കും, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ ഒന്നുമില്ലെന്ന് പറഞ്ഞാൽ അതിനർത്ഥം നമ്മൾ പ്രിപ്പയർഡ് അല്ലെന്നതാണ്. നെവർ
for an interview cold. Go well prepared. Preparation is the key. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. ആ കമ്പനിയെ പറ്റിയും നമ്മൾ അപ്ലൈ ചെയ്യുന്ന ജോബിനെ പറ്റിയും ജോബ് ഡിസ്ക്രിപ്ഷനെ പറ്റി നമുക്ക് തറോ നോളജ് ഉണ്ടായിരിക്കണം. എന്നിട്ട് നമ്മൾ ഇന്റർവ്യൂവിന് പോവുകയാണ് ചെയ്യുന്നത്. ആഫ്റ്റർ ഇന്റർവ്യൂ പിന്നെ നമ്മൾ ഫോളോ അപ്പ് എങ്ങനെ നടക്കും? ഇന്റർവ്യൂവിന് പോകുമ്പോൾ തന്നെ നമ്മൾ വളരെ കോർഡിയലായിട്ട് നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് സംസാരിക്കുക. നമ്മളോട് ചെയർ ഇരിക്കാൻ പറയുന്നവരെ നമ്മൾ നിൽക്കുക. ഇരിക്കുമ്പോൾ sit straight, okay, lean forward to the interviewers and maintain eye contact, okay, smile, show deep interest or keen interest, okay, in getting the job. നമുക്ക് നല്ല ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസർ ചെയ്യുമ്പോൾ ചോദിക്കും, സർ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഡു യു ഹാവ് എനി ക്വസ്റ്റ്യൻസ്? യെസ്. ഓക്കെ, വാട്ട് ആർ ദി ചാൻസസ് ഓഫ് getting any promotions here, what are the responsibilities of the person in this particular job, ഇങ്ങനെല്ലാം ചോദിച്ച് പറഞ്ഞ അവസാനം നമ്മൾ ഫൈനലി ഒരു ലാസ്റ്റ് ഇംപ്രഷൻ, ഫസ്റ്റ് ഇംപ്രഷൻ പോലെ തന്നെ താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ടൈം സർ, ഓക്കെ എന്ന് പറഞ്ഞാൽ അവരെ ഷെയ്ക്ക് ഹാൻഡ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് മാറിക്കൂടുക. പോയി കഴിയുമ്പോൾ ഉടനെ തന്നെ നമ്മൾ ഒരു താങ്ക് യു ലെറ്റർ എഴുതുക. വി റൈറ്റ് ഡൗൺ ദ പോയിന്റ്സ് മെയിൻലി, നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ, എന്നിട്ട് താങ്ക് ദ ഇൻ്റർവ്യൂ ഫോർ ദ വാല്യുബിൾ ടൈം എന്ന് പറയുക. ഐ എം കീൻലി ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് ജോബ് എന്ന് നമ്മൾ വെയിറ്റ് ചെയ്യുക. ഹാൻഡ് റിട്ടൺ എഴുതിയാൽ മതി. അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞ് വിളിക്കുന്നില്ല, പിന്നെ നമ്മൾ വിളിക്കുക. വെൻ വി ഷോ കീൻ ഇൻട്രസ്റ്റ്. അതുപോലെ നമ്മൾ ഇൻ്റർവ്യൂ നമ്മുടെ എല്ലാ സക്സസ് പോയിന്റ്സും നമ്മുടെ സ്ട്രെങ്സും നമ്മൾ എംഫസൈസ് ചെയ്യണം. ഹൗ ദി സ്ട്രെങ്സ് ക്യാൻ ബി യൂസ് ഫോർ ദ ഗ്രോത്ത് ഓഫ് ദ കമ്പനി എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. അതെ, ഡീപ്പ് ഇൻട്രസ്റ്റ് കാണിക്കുക. ഒരിക്കലും ഇന്റർവ്യൂസിനായിട്ട് ആർഗ്യൂ ചെയ്യരുത്. ഓക്കെ, നോ ആർഗ്യുമെന്റ് ഓർ നോ ഫയറിംഗ് കണ്ടസ്റ്റ്. വെരി കോർഡിയലായിട്ട് നമ്മളെ അവർ എടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മളെ ആരും കൊല്ലാനൊന്നും പോകുന്നില്ല. സോ ധൈര്യമായിട്ട് ഇന്റർവ്യൂവിന് പോവുക. പല റിജക്ഷൻസും ഉണ്ടാവും. ഡോണ്ട് ഗെറ്റ് ഡിസ്കറേജ്. The more rejections you get, the more stronger you will be. Remember, the best job goes to the person who performs best at the interview. Great. Not the best candidate. So prepare well for the interview. Answer the questions directly, positively and confidently. Brevity is the soul of it. Be brief and to the point. സർ, മണികണ്ഠൻ പി നായർ ചോദിക്കുന്നു, ഏതൊക്കെ കോഴ്സുകളാണ് ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജ് ഇപ്പോൾ ഓഫർ ചെയ്യുന്നത്? നമ്മൾ ബാച്ചിലേഴ്സ് ഡിഗ്രി, BBA ഡിഗ്രി, BS ഓണേഴ്സ് ഡിഗ്രി, മാസ്റ്റേഴ്സ് ഡിഗ്രി, MBA ഡിഗ്രി വിത്ത് ഡിഫറെൻറ്റ് സ്പെഷ്യലൈസേഷൻസ്, ഡോക്ടറേറ്റ് ഡിഗ്രി ഉണ്ട് യൂറോപ്പിൽ നിന്നുള്ള ഒരു കോളേജ് ഡി പാരീസിൻ്റെ ഇസാമ ബിസിനസ് സ്കൂളിൻ്റെ. അതുപോലെ തന്നെ മഡോണ യൂണിവേഴ്സിറ്റിയുടെ BS ഓണേഴ്സ് ഡിഗ്രി ഉണ്ട്, MBA ഡിഗ്രി ഉണ്ട് വിത്ത് ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഇക്കണോമിക്സ് അക്കൗണ്ടിങ് സ്പെഷ്യലൈസേഷൻ. ഓക്കെ, ആൻഡ് മാസ്റ്റേഴ്സിൽ HR മാനേജ്മെൻറ്റ്, ഓക്കെ, ക്വാളിറ്റി മാനേജ്മെൻറ്റ്, പ്രോജക്ട് മാനേജ്മെൻറ്റ്, ഇന്റർനാഷണൽ മാനേജ്മെൻറ്റ് എല്ലാം സ്പെഷ്യൽ. അത് ഒരു ചോദ്യം കൂടി അനുബന്ധമായിട്ടുണ്ട്, ഏതൊക്കെ കമ്പനിയാണ് പ്ലേസ്മെന്റിന് വരുന്നത്? നമ്മുടെ പല പിള്ളേരും ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട്. റാക്ക് ബാങ്കിലും സിറ്റി ബാങ്കിലും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ചാർട്ടേഡ് ബാങ്കിലും അങ്ങനെയുള്ള പല പല ബാങ്കുകളിൽ നിന്നും നമ്മുടെ പിള്ളേർ വരുന്നുണ്ട്. ADC ബാങ്ക് ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ട്. എമിറേറ്റ്സിൽ ധാരാളം പേര് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു ബിഫോർ ദ പാൻഡമിക്. കുറച്ച് പേർക്കൊക്കെ ഇപ്പം ഈ പാൻഡമിക് കാലത്ത് പ്രശ്നം ഉണ്ടായെന്ന് തോന്നുന്നു, കാരണം എയർലൈൻസ് ഓപ്പറേറ്റ് ചെയ്യുന്നില്ലായിരുന്നല്ലോ. അതുപോലെ ധാരാളം പേര് നമ്മുടെ ഡ്യൂട്ടി ഫ്രീ വർക്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഒരു 150 കമ്പനികളിൽ നമ്മുടെ പിള്ളേർ വർക്ക് ചെയ്യുന്നുണ്ട്. ധാരാളം കമ്പനികൾ നമ്മൾ ചിലപ്പം 20-30 പേരെ വീതം ചില കമ്പനികൾ പറയുമ്പോൾ നമ്മളവർക്ക് സെലക്ട് വിടാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്ക് ജോലി ഈ ഡിഗ്രി പഠിച്ച് പാസ്സായിട്ട് നല്ലൊരു ജോലി ഒരു മാസ്റ്റർ ഡിഗ്രി കിട്ടുന്നെങ്കിൽ നമ്മൾ തന്നെ പ്ലേസ്മെൻറ്റ് അറേഞ്ച് ചെയ്യാറുണ്ട്. ഓക്കെ, പാർട്ട് ടൈം ആൻഡും ചിലർക്ക് ഫുൾ ടൈം ആയിട്ട് കൊടുക്കാറുണ്ട്. ഗ്യാരൻറ്റീഡാണ് അവർക്ക് ജോലി കിട്ടും എന്നുള്ളത്. അവർക്ക് ഈസിയായിട്ട് മൈഗ്രേറ്റ് ചെയ്യാം, മൾട്ടിനാഷണൽ കമ്പനികളിൽ ജോലി കിട്ടും. കാരണം ഒറിജിനൽ അമേരിക്കൻ ഡിഗ്രിയും ഒറിജിനൽ യൂറോപ്യൻ ഡിഗ്രിയാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്. 3 വർഷം ശരിക്കും പഠിച്ച് പിള്ളേരെ ഏൺ ചെയ്യുകയാണ് ചെയ്യുന്നത്, അല്ലാതെ ഇറ്റ്സ് നോട്ട് സപ്ലൈഡ് ഫ്രീ. ഓക്കെ, ഇപ്പോൾ ഈ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിനെ കുറിച്ച് നേരത്തെ പിന്നെ പോൾസൺ സാർ പറഞ്ഞപ്പോൾ ഒരു കാര്യം പറഞ്ഞു, പിന്നെ ഈ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കുറേ കൂടി നിങ്ങൾ ഊന്നൽ കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ മെത്തേഡുകളാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നതിന്? അത് നമ്മൾ അതായത് പിന്നെ നമ്മുടെ മീഡിയം ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ഇംഗ്ലീഷിലാണ്. നമ്മുടെ പ്രൊഫസേഴ്സ് എല്ലാം ഹൈലി ക്വാളിഫൈഡ് ആണ്, ഹൈ കമ്മിറ്റഡ് ആണ്. നമ്മുടെ ഈ UAE-യിലുള്ള മഡോണ യൂണിവേഴ്സിറ്റിയുടെ പിള്ളേർ ദേ പെർഫോം ബെറ്റർ ദാൻ ദ പെർഫോമൻസ് സ്റ്റുഡൻസ് ഓൺ ക്യാമ്പസ്. കാരണം യൂണിവേഴ്സിറ്റിയുടെ ബുക്ക്ലെറ്റ് കാണാൻ പറ്റും നമ്മുടെ പിള്ളേർ പലതും ഹയസ്റ്റ് ഓണേഴ്സിലും ഹൈ ഓണേഴ്സിലും ഓണേഴ്സിലും പാസ്സാവുന്നു. 70% പിള്ളേരും ഓണേഴ്സ് അത് കൂടിയിട്ട് പാസ്സായി. കാരണം അതുപോലെ നമ്മൾ പിള്ളേരെ പഠിപ്പിക്കാറുണ്ട്. തന്നെയല്ല, നമ്മൾ സെമിനാർസും ക്ലാസ് ഡിസ്കഷൻസും ഒക്കെ ഉള്ളതുകൊണ്ട് പിള്ളേർക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ ദേ വിൽ ഹാവ് നോ സ്റ്റേജ് ഫിയർ. പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ പഠിപ്പിക്കും പിള്ളേരെ, ഹൗ ടു ബി ആൻ ഇഫക്റ്റീവ് സ്പീക്കർ, ഓക്കെ, ഹൗ ടു മെയിൻറ്റെയിൻ കോർഡിയൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഓഡിയൻസ്, how to understand the pulse of the audience. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാറുണ്ട്. By the time they finish the degree, they will be a full-fledged, skillful
knowledgeable individual who can take up any challenging job. സാർ ഇവിടെ ഇപ്പോൾ ഈ മറ്റ് ജോലികളിൽ ഏർപ്പെട്ടിരുന്നവർക്ക് പിന്നെ ഒരു പാർട്ട് ടൈം സ്വഭാവത്തിലൊക്കെ ചെയ്യാൻ പറ്റുന്ന കോഴ്സുകളുണ്ടോ? നമുക്ക് ഈവനിങ്ങിലുണ്ട്. വർക്കിംഗ് പ്രൊഫഷണൽസ് ധാരാളം പേര് 50, 55, 60 വയസ്സുള്ളവർ ഈവനിങ് MBAയും BBA ഒക്കെ പഠിക്കുന്നുണ്ട്. അവരൊക്കെ നന്നായിട്ട് പഠിക്കുന്നുണ്ട്. ഒരു ഇറാഖി എഞ്ചിനീയർ ഇവിടെ ഈ മെട്രോ പണിതുകൊണ്ടിരുന്ന ആൾ 60 വയസ്സുണ്ടായിരുന്നു. പുള്ളി പിന്നെ MBA വൻ സക്സസോടെ പാസ്സായി. പുള്ളി പോയി ഇപ്പം കാനഡയിൽ ജോലിയാണ്. ഇടയ്ക്ക് വന്നപ്പോൾ നമ്മുടെ ഒരു ഗ്രാജുവേറ്റ് സെറമണിക്ക് പുള്ളി തന്നെ സർട്ടിഫിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ വന്നിരുന്നു. ധാരാളം പേര് പ്രായം ഒരു പ്രശ്നമേ അല്ല. നമുക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് വിത്തമെന്തിന് മർത്യർക്ക് വിദ്യ കൈവശമാവുകയും വെണ്ണയുണ്ടെങ്കിൽ നടന്നേ വേറിട്ട് കരുതണമോ, വിത്ത് വിട്ട് നിരണ്ണാമോ വിശംപുരയിൽ വാഴുവാൻ ആയുധം കയ്യില്ലാത്ത കൊണ്ടുപോകില്ല ചോരന്മാർ കൊടുക്കും തോറും ഏറിടും മേന്മ നില നശിച്ചാലും വിത്ത് തന്നെ മാതരം. ഓക്കെ, ആരും കളിപ്പിക്കാതെ സ്വന്തം പ്രയത്നം കൊണ്ട് നമുക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റും. പരിശ്രമിച്ചാൽ നേടാത്ത എന്താ ഉള്ളത്? ഇപ്പോൾ എത്ര സ്റ്റുഡൻസ് ഉണ്ടാവും സാർ? നമുക്ക് പിന്നെ 1000-ലധികം പിള്ളേർ ഒരേ സമയത്ത് പഠിക്കുന്നുണ്ട്. ക്യാമ്പസ് ഞാൻ കണ്ടിരുന്നു, വളരെ എക്സലൻ്റ് ആണ് സംവിധാനങ്ങളും മറ്റേതൊക്കെ. കാരണം ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഈ ഒരു സാധ്യതകൾ ആളുകൾക്ക് പ്രയോജനപ്പെടുത്താനും ഇപ്പം പിന്നെ ഇപ്പോൾ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവിടെ ഏറ്റവും കൂടുതൽ അവരുടെ വരുമാനത്തിൽ നല്ലൊരു പങ്ക് കുട്ടികൾക്ക് നല്ല എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളതാണ്. അതിനുള്ള സംവിധാനം ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു അന്തർദേശീയ യൂണിവേഴ്സിറ്റികളായിട്ടുള്ള കൊളാബറേഷൻ കൂടി ഉള്ളത് കൊണ്ട് ഏറ്റവും നല്ല വിദ്യാഭ്യാസം പിള്ളേർ കൊടുക്കുന്നത്. തന്നെയല്ല, വളരെ കുറഞ്ഞ ഫീസാണ്. ഈ ഫീസിൽ ലോകത്തോട് അഫ്ഗാനിസ്ഥാനിൽ പഠിച്ചാൽ പോലും ഇതിനേക്കാൾ ഫീസാകും. അതെനിക്ക് പറയാൻ പറ്റും. കാരണം ഞങ്ങൾ പ്രൊഫസേഴ്സ് ആയതുകൊണ്ട് വി ആർ വെരി ഹ്യൂമൻ ആൻഡ് വെരി കൺസിഡറേറ്റ്. ഈ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും കൊടുത്താൽ ഈ ലോകത്ത് എല്ലാ ആൾക്കാരും എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ തന്നെ പോവർട്ടി ഉണ്ടാകില്ല, അസമത്വം ഉണ്ടാകില്ല, പിന്നെ തൊഴിലില്ലായ്മ ഉണ്ടാകില്ല. ഈ കുറേ ആൾക്കാരുടെ കയ്യിൽ എല്ലാം ഇരിക്കുന്നു. ദേ ആർ അക്യുമുലേറ്റിംഗ് മോർ ആൻഡ് മോർ വെൽത്ത് ആൻഡ് അതേഴ്സ് ആർ സഫറിങ്. ഇപ്പോൾ ലോകത്തിൽ തന്നെ ഓൾമോസ്റ്റ് 1 ബില്യൺ 100 കോടിയിലോളം ആൾക്കാർ രാത്രിയിൽ ഒരു നേരത്തെ ഭക്ഷണമില്ലാതെ ഉറങ്ങുന്നത്. എത്യോപ്യയിലൊക്കെ 1 in 3 days ആ മനുഷ്യർ ഭക്ഷണം കഴിക്കുന്നത്. അവരും മനുഷ്യരല്ലേ, അവർക്കും ഒരു ലൈഫും ഉണ്ട്. അതുകൊണ്ട് എഡ്യൂക്കേഷൻ ഈസ് ദ ബെസ്റ്റ് ബെറ്റ്. നല്ല എഡ്യൂക്കേഷൻ കിട്ടുകയാണെങ്കിൽ, നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലും ഉണ്ടെങ്കിൽ പിള്ളേർക്ക് ഈവൻ സ്കൈ ഈസ് നോട്ട് ദ ലിമിറ്റ്. നല്ല ഭാവിയുണ്ട്. നല്ല സ്മാർട്ടാണ് നമ്മുടെ പിള്ളേർ. ഞാൻ മനസ്സിലാക്കുന്നതും പൂച്ചക്കുഞ്ഞുങ്ങളെ പോലെ നല്ലപോലെ ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവർ ദേ വിൽ. ഈ ഇടത്തരം ആൾക്കാരോട് ഒരു കൺസേൺ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സാമ്പത്തിക ചെലവിനെ കുറിച്ചുള്ള ഒരു ആശങ്ക, അത് ഭയങ്കരമായ ചെലവ് വരും എന്നുള്ളൊരു അതൊരു മിസ്കൺസെപ്ഷനാണ്. അതായത് നമ്മുടെ സെയിം ഡിഗ്രി തന്നെ ഞങ്ങൾ 65,000 താഴെ ചാർജ് ചെയ്യുന്ന ഒരു അമേരിക്കൻ ഡിഗ്രിക്ക് അമേരിക്കൻ ഹയർ ലേണിംഗ് കമ്മീഷൻ അക്രഡിറ്റ് ചെയ്ത ഒരു ഡിഗ്രി തന്നെ അതേ സെയിം അക്രഡിറ്റേഷൻ ഉള്ള ഒരു യൂണിവേഴ്സിറ്റി ഇവിടെ ഉണ്ട്, റോച്ചസ്റ്റർ ടെക്നോളജി. പിന്നെ ഇവിടെ ഈ എനിക്കൊന്ന് ബിസിനസ് ബേ ക്രോസിന് 2,75,000 രൂപയാണ് അവരുടെ 4 വർഷത്തെ ഡിഗ്രിക്ക്. 2,10,000 സേവ് ചെയ്യാൻ നമ്മുടെ അടുത്ത് പഠിച്ചാൽ സെയിം ഡിഗ്രി, സെയിം വാല്യൂ, സെയിം സ്റ്റേറ്റസ് കോ. എന്തുകൊണ്ടാണ്? ദാറ്റ് ഈസ് റൺ ബൈ ബിസിനസ് പീപ്പിൾ. ഇപ്പം പിന്നെ ആളുകൾ ഇപ്പോൾ ഈ കോവിഡിൻ്റെ പ്രതിസന്ധിയൊക്കെ കഴിഞ്ഞ് കുറച്ചും കൂടിയും പിന്നെ ലൈഫൊക്കെ വീണ്ടും ഒരു നോർമലിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്ന ആളുകൾക്ക് ഉള്ളത് കൊണ്ട് പിന്നെ നന്നായിട്ട് മുന്നോട്ട്. ഈ സമയത്ത് രക്ഷിതാക്കളോട് പ്രത്യേകിച്ച് മക്കളുടെ എഡ്യൂക്കേഷൻ സംബന്ധിച്ച് ഒരു ഉപദേശം ചോദിച്ചാൽ എന്താണ് പറയേണ്ടത്? അല്ല, എപ്പോഴും നമ്മൾ ചൂസ് ചെയ്യുന്ന കോളേജിന് അക്രഡിറ്റേഷൻ ഉണ്ടായിരിക്കണം. കാരണം എങ്കിൽ ഇൻ്റർനാഷണൽ ക്വാളിറ്റി സ്റ്റാൻഡേർഡും ക്വാളിറ്റി അഷുറൻസും ഉണ്ടായിരിക്കും പിള്ളേർക്ക്. അവിടെ റെഗുലർ ക്ലാസ് റൂം ടീച്ചിങ് ഉണ്ടായിരിക്കും. നല്ല അറിവ് അവർക്ക് പകർന്ന് കിട്ടുന്നതായിരിക്കും. അവർക്ക് എൻട്രി റിക്വയർമെൻറ്റ്സ് ഉണ്ടായിരിക്കും. എൻഡ് ഓഫ് ദി സെമിസ്റ്റർ എക്സാമിനേഷൻ ഉണ്ടായിരിക്കണം. അവരതിൽ പാസ്സായി കഴിഞ്ഞാൽ അവരുടെ സ്കില്ല് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യും. അവർക്ക് ലോക്കൽ ഇൻഡസ്ട്രീസിൽ മൾട്ടിനാഷണൽ കോർപ്പറേഷനിൽ ജോലി കിട്ടും. അത് റൺ ചെയ്യുന്ന സ്ഥാപനം കുറച്ച് പഴക്കമുള്ളതാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സേഫ്റ്റി ഉണ്ട്. പുതിയ ഇൻസ്റ്റിറ്റ്യൂഷനിലൊക്കെയാണ് നമുക്ക് റിസ്ക് കൂടുതലുണ്ട്. അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾക്ക് പിന്നെ യൂറോപ്പിൽ നിന്നുള്ള യൂറോ കോളേജ്, കൺട്രി അലക്സാണ്ടർ ദി ഗ്രേറ്റ്, മദർ തെരേസ, അവിടെ നിന്നുള്ള യൂറോ കോളേജിൽ നിന്നുള്ള BBA MBA ഡിഗ്രി ഉണ്ട്. ആ BBA ഡിഗ്രി ഒരു 35,000 ദിനം കൊടുത്താൽ, വെറും 1000 ദിനം ഒരു മാസം കൊടുത്താൽ അവർക്ക് പഠിക്കാൻ പറ്റും. അതും പിന്നെ മൈഗ്രേഷന് കാനഡയ്ക്കും അമേരിക്കയ്ക്കൊക്കെ പറ്റുന്ന ഡിഗ്രിയാണ്. അതുകൊണ്ട് പിള്ളേരുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ തീരെ പൈസ ഇല്ലാത്ത ആൾക്കാരെ സഹായിക്കാൻ വേണ്ടി നമ്മൾ ഒരു യൂറോ കോളേജിൻ്റെ BBA MBA ഡിഗ്രി ഉണ്ട്. അത് വെറും 36,000 ദിനം ഒരു സ്പെഷ്യൽ സ്കോളർഷിപ്പ് ഫീസ് കൊടുക്കാൻ പറ്റും. 45,000 നമ്മൾ വേണ്ടി അറിഞ്ഞുകൊണ്ട് ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് നമ്മൾ പിന്നെയും കുറച്ച് കൊടുക്കുന്നുണ്ട്. ഏതാണ്ട് സ്കൂളിലും പത്ര തന്നെ വരുന്നുണ്ട്. ചില സ്കൂളുകളിലൊക്കെ ഇതിനൊക്കെ കൂടുതൽ ഫീസാണ് പല സ്കൂളുകളിലും. ഓക്കെ, എൻ്റെ മോളൊരു ഒപ്താൽമോളജിസ്റ്റാണ് ഇവിടെ വാസനിൽ ഐക്കറിൽ. പുള്ളിയുടെ മോൻ പഠിക്കുന്നത് പിന്നെ ഗ്രേഡ് 1 ഇംഗ്ലീഷ് കോളേജിൽ. 40,000 രൂപ ഒരു വർഷത്തെ ഫീസ്. ഓക്കെ, അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെയൊക്കെ ഫീസ് ഒരു വർഷം 10,000 രൂപ ഉള്ളൂ. ഏതായാലും സാർ ഒന്നുകൂടി
പിന്നെ ഒറ്റ അവസാനത്തെ ഒരു ചോദ്യം എന്നുള്ള നിലയ്ക്ക്, കാരണം ഈ ആളുകളുടെ നേരത്തെ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസും ഒപ്പം കുട്ടികളുടെ ഒരു അഭിരുചിയും, അപ്പോൾ ഇത് തിരഞ്ഞെടുക്കാൻ ഇപ്പം ഈ കുട്ടിക്ക് ഇതാണ് നന്നാവുക അല്ലെങ്കിൽ ഈ ഡയറക്ഷനിൽ ആ കുട്ടി പോകണമെന്ന് പറയാവുന്ന ആ അർത്ഥത്തിലുള്ള കൗൺസിലിംഗ് സംവിധാനം എന്തെങ്കിലും ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിൽ നമ്മൾ കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. പിള്ളേർ വരികയാണെങ്കിൽ അവരെ നമ്മൾ പേഴ്സണലായിട്ട് പോലും നമ്മളെ പിള്ളേരെ മീറ്റ് ചെയ്യാറുണ്ട്. ഞങ്ങളുടെ കൗൺസിലേഴ്സ് എല്ലായിടത്തും കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്, ഞങ്ങൾക്ക് 8 കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്. അവർക്ക് അഡ്വൈസ് പോരായെങ്കിൽ ഞങ്ങൾ പോലും പേഴ്സണലായിട്ട് നമ്മളവരെ മീറ്റ് ചെയ്യാൻ തയ്യാറാണ്. പേരൻസിനെയൊക്കെ വളരെ ഹ്യൂമനായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് തന്നെയല്ല, നല്ല എഡ്യൂക്കേഷനും കിട്ടും, ഒന്നും ഭയപ്പെടാനില്ല. നമ്മൾ നാട്ടിൽ പിള്ളേരെ നിന്ന് വിട്ടു കഴിഞ്ഞാൽ നമുക്കൊരു റിസ്ക് ഉണ്ട്. നമുക്കറിയാമല്ലോ, നാട്ടിൽ ധാരാളം ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പം നാട്ടിൽ കോവിഡ് തന്നെയല്ല, ഒന്നാമേ സോഷ്യൽ ഡിസ്റ്റൻസിങ് ഇല്ല, ആർക്കും ഒരു നിയമത്തെ പേടിയില്ല. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനിൽ വളരെ റിസ്ക്കിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ പിള്ളേർ വളരെ ഇന്നസെൻ്റ് ആണ്. ഇവിടെ ജനിച്ചു വളർന്ന ഗൾഫിലെ പിള്ളേർ എനിക്ക് തോന്നുന്നു വെരി ഇന്നസെൻറ്റ് പീപ്പിൾ. നാട്ടിൽ വളർന്ന പിള്ളേർ ഇച്ചിരി തന്നടവും ഒക്കെ തട്ടിപ്പ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ, നമ്മുടെ പിള്ളേർ തട്ടിപ്പ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റിയല്ല. അതുകൊണ്ട് അവരെ വിടാതെ നമ്മുടെ കൂടെ നിർത്തിക്കൊണ്ട് തന്നെ പഠിപ്പിച്ചാൽ ഇവിടെ ജോലിയും ചെയ്യാം, പഠിക്കുകയും ചെയ്യാം. പിന്നെ രാവിലെ ജോലി ഉണ്ടെങ്കിൽ വൈകിട്ട് രാത്രിയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അഥവാ അവർക്ക് ഈവനിങ് ജോലി കിട്ടുകയാണെങ്കിൽ മോർണിംഗ് പഠിച്ചിട്ട് ആഫ്റ്റർനൂൺ മുതലും രാത്രിയിലൊക്കെ വർക്ക് ചെയ്യാൻ പറ്റും. മിക്കവാറും പിള്ളേർക്ക് എല്ലാം ജോലി ഉണ്ടെന്നാണ്. സത്യം പറഞ്ഞാൽ ഒരു 60 to 70% പിള്ളേർക്ക് പഠിക്കുന്ന കാലത്ത് തന്നെ ജോലിയുണ്ട്. പാസ്സായി കഴിഞ്ഞാൽ ഒരു 95% ആൾക്കാർക്കും ഈസിലി ജോലി കിട്ടും. മലയാള യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ 100% ജോലി കിട്ടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഈ ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ടി ടോക്ക് വിത്ത് MCA. നമ്മളോട് കൂടി ഇത്രയും നേരം വളരെ വിലപ്പെട്ട വിവരങ്ങൾ, പ്രത്യേകിച്ച് പ്രായോഗികമായിട്ടുള്ള കുറേ നിർദ്ദേശങ്ങൾ, ഇൻ്റർവ്യൂ ഉൾപ്പെടെ, അതോടൊപ്പം തന്നെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച്, ഉപരിപഠന സാധ്യതകളെക്കുറിച്ചൊക്കെ ഏറ്റവും വിശദമായിട്ട് നമ്മളോട് സംസാരിച്ചത് പോൾസൺ മാത്യു ചുങ്കപ്പുരയാണ്. നമുക്കറിയാം, ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിൻ്റെ പ്രസിഡൻറ്റും CEO-യുമാണ് പോൾസൺ സാർ. ഏതായാലും വിശദമായിട്ട് ഇത്തരം നേരം ചർച്ച ചെയ്തതിന് ഇനിയും തുടർന്നും ഇത്തരം സംവാദങ്ങൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു കൃത്യമായ ഡയറക്ഷൻ കിട്ടുക എന്നുള്ളതാണ് പ്രധാനം. അത്തരമൊരു ദിശാബോധം പകർന്നു നൽകുക എന്നതാണ് ഇത്തരമൊരു ഫേസ്ബുക്ക് ലൈവിലൂടെ നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. കുറേ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇനി എന്തെങ്കിലും കൂടുതൽ വിവരങ്ങൾ അറിയണമെങ്കിൽ പോൾസൺ സാറുമായിട്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ അതിൻ്റെ വിലാസം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ഈ ഫേസ്ബുക്കിൻ്റെ കമൻറ്റ് ബോക്സിലും കൂടി നമ്മൾ ആ ലിങ്ക് കൊടുക്കുന്നുണ്ടാവും. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് അന്വേഷണങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ലണ്ടൻ അമേരിക്കൻ സിറ്റി കോളേജിൻ്റെ വിവരങ്ങളും കോഴ്സുകളെക്കുറിച്ചുള്ള സാധ്യതകളും ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഏതൊക്കെ മാർഗ്ഗങ്ങളിലൂടെ കുറഞ്ഞ ചിലവിൽ ഈ തങ്ങളുടെ മക്കൾക്ക് ഏറ്റവും മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കാൻ പറ്റും എന്നത് സംബന്ധിച്ചു കൂടി പോൾസൺ സാർ കൃത്യമായിട്ടുള്ള ഡയറക്ഷൻ നൽകുന്നതാണ്. എന്തായാലും ഇത്രയും നേരം സഹകരിച്ച നിങ്ങൾക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. സാർ, നമസ്കാരം. വളരെ സന്തോഷം. താങ്ക്സ് ടു ദ ഓഡിയൻസ്.